ഒരു ബോംബ് നമ്മൾ തലയണ്ട അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കിയ അത് പ്രഷർ വരുമ്പോൾ അവസാനം ചെയ്ത് പൊട്ടും. ഒരു പാരൻറ്റ് വളരെ വൈകാരികമായിട്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോൻ എൻ്റെ മുഖത്തടിച്ചു. അതിൽ ലൈക്ക് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മൂടിയാകുകയാണ്. ഒരു കുട്ടി ഇപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ റീഡർ ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡൊക്കെ എന്ത് ചെയ്ത് കൊടുക്കണ്ടേ, ഒരു കുട്ടി 108 പുസ്തകം വായിച്ചു. വലിയ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അത് ഡയറക്റ്റായിട്ട് നെർവസ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. സമാനമായൊരു പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയയിൽ. വിളിച്ചാൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ചോദിച്ചാൽ മൊബൈൽ എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് തരുന്നില്ല. 5 മിനിറ്റ് എന്ത് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഇതൊക്കെ ഈ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ലിവിങ് ആണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ മാർച്ച് 29 വിസ്ഡം സ്റ്റുഡൻസ് ആരംഭിച്ച ഒരു വലിയ ദൗത്യമാണ് കുട്ടികളിയല്ല സോഷ്യൽ മീഡിയ എന്ന ഒരു ക്യാമ്പയിൻ. ഒരു 3 മാസക്കാലയളവിൽ പദ്ധതി കാണുകയും എന്നാൽ വരും തലമുറയെ, അവരുടെ ഭാവിയെ ഉദ്ദേശിച്ചുകൊണ്ട് വരും കാലങ്ങളിലെല്ലാം നാം മുന്നോട്ട് കൊണ്ട് നടക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച്, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ് നമ്മൾ. നിരവധി ആളുകളുമായി നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി. അതിൽ പൊളിറ്റിക്കൽ വ്യൂവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ MLA നജീബ് കാന്തപുരവുമായി നമ്മളൊരു ചർച്ച നടത്തി. സൈക്കാട്രി മേഖലകളിൽ ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ചകൾ നടത്തി. അങ്ങനെ ഓരോ മേഖലകളുമായി ബന്ധപ്പെട്ട നിരവധി ആളുകളുമായി ചർച്ച ചെയ്ത് ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം രക്ഷിതാക്കളിലേക്കും അധ്യാപകരിലേക്കും വിദ്യാർത്ഥികളിലേക്കുമെല്ലാം എത്തിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് വിസ്ഡം സ്റ്റുഡൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അധ്യാപന മേഖലയിൽ ഒരുപാട് വർഷക്കാലത്തെ പരിചയസമ്പത്തുള്ള ബഹുമാന്യനായ പറപ്പൂർ അബ്ദുൽ ഹമീദ് മാഷാണ്. അദ്ദേഹത്തിന് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വിദ്യാർത്ഥികളുമായി നിരന്തരം ഇടപഴകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, അവരെ കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അറിയുന്നൊരു വ്യക്റ്റി എന്നുള്ള നിലയ്ക്ക് നമ്മോട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയയിലെ അഡിക്റ്റായി പോകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അവരെ പഠനത്തിൻ്റെ മേഖലയിലേക്ക്, അവരുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് അദ്ദേഹം വിവരിച്ചു തരും. ഇൻഷാ അല്ലാഹ് ഈ ഒരു പോഡ്കാസ്റ്റിലേക്ക് ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് മാഷിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷെ, നമ്മൾക്കറിയാലിപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയ എത്രത്തോളം അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അധ്യാപകന്മാരെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ ഈ ഒരു മാറ്റത്തെ നമുക്ക് എങ്ങനെ, എത്ര ഭയപ്പാടോടുകൂടി അല്ലെങ്കിൽ എത്ര ഗൗരവത്തോടു കൂടി കാണാൻ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ദൗത്യമാണ്. ഈ നമ്മുടെ വിസ്ഡം വിദ്യാർത്ഥി വിഭാഗത്തെ അതിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. കാരണം മറ്റൊരാളും അതിൻ്റെ ഗൗരവം ഒരുപക്ഷെ അത്രമാത്രം ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഇന്ന് ലോകം ഒരു റിവേഴ്സ് ഓർഡറിൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ പുതിയ പഠനങ്ങൾ, പ്രത്യേകിച്ചും കോവിഡാനന്തരം നടന്ന പല പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പല രാജ്യങ്ങളിലും പുതിയ ഈ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമങ്ങളും പരിഷ്കാരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു സ്കൂളിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ നമുക്ക് സംസാരിക്കാം. പക്ഷെ ഒപ്പം ഞാനൊരു 2-3 കാര്യങ്ങൾ ജനറലായിട്ട് സൂചിപ്പിക്കാം. ഒന്നെന്താ വെച്ചാൽ, ഈ അഡിക്ഷൻ എന്ന് പറയുന്ന കുട്ടികളെ മാത്രമല്ല ബാധിക്കുന്നു, നമുക്കറിയാം യൂത്തിനെയും ഒരുപക്ഷെ പ്രായമായവരെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പം ബേസിക്കായിട്ട് നമ്മളൊരു മനുഷ്യനെ ഡിഫൈൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ മനുഷ്യന് കുറേ ഡെഫിനിഷൻസ് ഉണ്ടാവും. സോഷ്യൽ ബീയിങ് ആണ്, പൊളിറ്റിക്കൽ ബീയിങ് ആണ്, പാരഡൈസ് സീക്കിംഗ് ആണെന്നൊക്കെ പറയാം. പക്ഷേ ഇപ്പോൾ ഈ ഫ്രോയിഡ് പറഞ്ഞൊരു പ്ലഷർ തിയറി ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ മനുഷ്യൻ അടിസ്ഥാനപരമായിട്ടൊരു ആനന്ദം അന്വേഷിക്കുന്ന ഒരു ജീവിയാണ് എന്നുള്ളത്. ആ ആനന്ദത്തിൻ്റെ സ്വഭാവങ്ങളിൽ ചിലപ്പോൾ വ്യത്യസ്തം ഉണ്ടാകും. അത് ശാരീരികമാകാം, വൈകാരികമാകാം, ആത്മീയമൊക്കെയും ആകാം. പക്ഷേ ഇതിലൊരു യാഥാർത്ഥ്യമുണ്ട്. അത് എളുപ്പത്തിൽ ലഭ്യമാകുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അതിനുവേണ്ടി മനുഷ്യൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും.
അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ കുട്ടികൾ അവരുടെ ഒരു ഗ്രൂമിങ് ഇയേഴ്സിനാണുള്ളത്. ഒരു ലിവിങ് ആൻഡ് ലേണിംഗ് എക്കോസിസ്റ്റത്തിൽ നിന്നാണ് ഇതെല്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനുണ്ടാകുന്ന ഡാമേജ് അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വ്യത്യസ്തതകളാണ് പലപ്പോഴും കുട്ടിയെ സ്വാധീനിക്കുന്നതും അവൻ്റെ സ്വഭാവമാവട്ടെ, വ്യക്തിത്വമാകട്ടെ, പഠനമാകട്ടെ ഇതെല്ലാം മാറ്റി തീർക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുൻപിൽ ഒന്നാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ കുട്ടികൾ എന്തുകൊണ്ട് ഇതിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമുക്കറിയാം ചെറിയ കുട്ടികൾ, അതായത് ചെറിയ കുട്ടി പറഞ്ഞാൽ ഇപ്പോൾ 2 വയസ്സൊക്കെ വരെയുള്ള കുട്ടികളെ നിൽക്കുക, അവരെ സംബന്ധിച്ചോളം അവർക്കൊരു സെൻസോറിയലായിട്ടൊരു ക്രൈവിങ് ഉണ്ട്. അതായത് നമുക്കറിയാം എന്ത് കിട്ടിയാലും കടിക്കും, എന്ത് കിട്ടിയാലും മണക്കും. എന്തുകൊണ്ടാണത്? അവരാ ഒരു ഈ സെൻസോറിയൽ ക്രൈവിങ്ങിൻ്റെ ഭാഗമായി ഒരു സന്തോഷം കണ്ടെത്താനാണ് അവർ ശ്രമിക്കുന്നത് ഇത് കിട്ടിയിട്ട്. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ കുട്ടികളെ സ്വാധീനിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഏറ്റവും പുതിയ ഈ കണ്ടൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കറിയാം കുട്ടികൾ ഒരിക്കലും ഒരു കാര്യത്തെ വളരെ സയൻറ്റിഫിക്കായിട്ടോ അല്ലെങ്കിൽ യുക്തിസഹമായിട്ടോ അല്ലെങ്കിൽ റീസൺ വെച്ചുകൊണ്ട് അളന്നിട്ടൊന്നുമല്ല സ്വീകരിക്കുക. അവർക്ക് അങ്ങനത്തെ ഒരു ഫിൽറ്ററിങ് സിസ്റ്റം ഇല്ല. അവർ വളരെ വൈകാരികമാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ എന്താണ്, ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, പിന്നെ ഒരു ആക്ഷൻ കഴിഞ്ഞിട്ടേ കുട്ടി എന്ത് ചെയ്യുള്ളൂ, തിങ്ക് ചെയ്ത് ഇമോഷൻ ഉണ്ടാകും, അതിൻ്റെ പേരിൽ ആക്ഷൻ ഉണ്ടാകും, പിന്നെ കുട്ടി തിങ്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു ഈറ്റ് എന്നുള്ള ഒരു പാറ്റേണിലാണ്. ഇതുകൊണ്ട് തന്നെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഇതിൻ്റെ ഒരു അവൈലബിലിറ്റി ഉണ്ടായാൽ കുട്ടി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഒരു കൺസ്യൂമറായിട്ട് മാറും. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ അപകടം ഒരു അഡൽട്ടിനെ സംബന്ധിച്ചോളം കുറച്ചൊക്കെ ഇതിനെക്കുറിച്ചുള്ള ധാരണയുള്ളത് കൊണ്ട് തന്നെ ഒരു നിയന്ത്രണം, സ്വയമുള്ളൊരു നിയന്ത്രണം കുറേയൊക്കെ ഉണ്ടാകാം. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചോളം ഇതിൽ നല്ലതും ചീത്തയും അല്ലെങ്കിൽ ഉപയോഗമുള്ളതും ഇല്ലാത്തതും എന്നൊന്നുള്ള വേർതിരിവില്ലാത്തത് കൊണ്ട് തന്നെ കുട്ടി സ്വയം ഇക്കാര്യത്തിൽ യാതൊരുവിധ റെസ്ട്രിക്ഷൻസ് ചെയ്യുന്നില്ല. അവിടെയാണ് കുട്ടികൾക്ക് ഗൈഡൻസ് ഉണ്ടാകണം, അല്ലെങ്കിൽ കുട്ടികളെ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരുന്നത്, മോണിറ്റർ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇവിടെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഈ സിന്തറ്റിക് ഡ്രഗ്, ഇപ്പോൾ പല രൂപത്തിൽ അഡിക്ഷൻസ് ഉണ്ട് നമുക്കറിയാം. ഇപ്പോൾ മദ്യം അഡിക്ഷനാണ്. പക്ഷേ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അത് ഡയറക്റ്റായിട്ട് നെർവസ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. സമാനമായൊരു പ്രശ്നമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നത്. ചെറിയ കുട്ടികൾ ഇതിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ഒരു ന്യൂറോ സിസ്റ്റത്തെ ഇത് പൂർണ്ണമായിട്ടും വികലമാക്കുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഇത് ഉണ്ടാക്കുന്ന ഒരു പെരിഫറൽ ഇത് മാത്രമല്ല, അത് എഴുത്ത്, വായന, ഇത്തരത്തിലുള്ള എല്ലാത്തിനെയും അത് ബാധിക്കുന്നു. കാരണം നമ്മൾ നേരത്തെ പറയുന്ന പോലെ അറ്റൻഷൻ്റെ പ്രശ്നമൊക്കെ വരുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇവിടെ ഈ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം അതിൽ പലപ്പോഴും അതിൻ്റെ ഒരു റിപ്പയറിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റീവയറിംഗ് എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുത്ത് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഇയേഴ്സാണ് ഈ ഇയേഴ്സിൽ അവരെ സംബന്ധിച്ചോളം അവർ ഈ രീതിയിലുള്ള ഒരു ഹാമിന് വിധേയമായി കഴിഞ്ഞാൽ അവർക്ക് ആ ഗോൾഡൻ ഇയേഴ്സ് നഷ്ടപ്പെടും. മാത്രമല്ല അവരുടെ ഒരു വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ സംഭവിക്കുന്ന ഈ അപകടത്തിന് ഒരുപക്ഷെ ഭാവിയിൽ അവർക്ക് വലിയ വില നൽകേണ്ടി വരും. ഇപ്പോൾ നമ്മൾ മാഷ് പറഞ്ഞ പോലെ ഈ ഒരു സിന്തറ്റിക് ഡ്രഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്ത് ഓപ്പറേഷൻ തൂഫാൻ പോലെ ഒരു വലിയൊരു സംരംഭം തുടങ്ങി വെച്ചു. ഇത് കഴിഞ്ഞ വർഷം വിസ്ഡം സ്റ്റുഡൻസ് സ്കൂളുകളിലേക്ക് എതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇതിനെ കാണാനും അത് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഇതോടൊപ്പം ചേർക്കുകയാണ്. കാരണം പൊതുവെ ഇത് ടീനേജ് സ്റ്റുഡൻസിനെയാണ് കൂടുതലായി ബാധിക്കുന്നത്. ഇപ്പോൾ 17 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളിൽ WHO കണക്ക് പ്രകാരം 7 മുതൽ 9 മണിക്കൂർ വരെ ഡെയിലി അവരുടെ സ്ക്രീൻ ടൈം ഉണ്ട്. അതെങ്ങനെ അവരൊരു ദിവസത്തെയും അവരുടെ ഉറക്കത്തെയും പഠനത്തെയും ഒക്കെ എങ്ങനെയാണ് അവർ ബാധിക്കുക എന്നുള്ളത് കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. അല്ല, ഈ സാധാരണ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഈ സയൻറ്റിഫിക്കായിട്ട് സംസാരിക്കുന്നവർ ഒരു 4 ഈ ഫണ്ടമെൻ്റൽ ഹാംസ് ആണ് ഇതുകൊണ്ട് ഇതിൻ്റെ സംഭവിച്ച് ഒടുവിൽ ഈ അഡിക്ഷനിലേക്ക് എത്തുന്നതെന്നാണ്. അതിൽ ഒന്നാമത്തെ എന്താണ്, ഒരു
ഈ സോഷ്യൽ ഡിപ്രീവേഷൻ, അത് നേരത്തെ അവർക്കുണ്ടായിരുന്ന സാമൂഹിക ബന്ധങ്ങൾ കുറവാവുക, അല്ലെങ്കിൽ സോഷ്യൽ ഐസൊലേഷന് ഭയപ്പെടാത്തൊരവസ്ഥ ഉണ്ടാവുക, അതിനെ ഇഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവുക. അതിനർത്ഥം എന്താണ്? നമ്മളെ ജൈവികമായ ബന്ധങ്ങൾക്ക് പകരം, അതിന് നൽകേണ്ട പ്രാധാന്യത്തിന് പകരം ഈ വെർച്വലായിട്ടുള്ള ബന്ധങ്ങൾ പ്രധാനമായി തീരുന്നു എന്നുള്ളതാണ്. അത് അപകടകരമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കും നമുക്കറിയാം. 2 സ്ലീപ്പ് ഡിപ്രീവേഷനാണ്, ഉറക്കം കുറയുക എന്നുള്ളത്. കാരണം പലപ്പോഴും ഈ വാച്ചിങ്ങിൻ്റെ ടൈം രാത്രിയേക്ക് നീളുന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അവരവസാനം കിടക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള റീൽസും ഷോർട്സും കണ്ടാണ് കിടക്കുന്നതെങ്കിൽ ഇതിങ്ങനെ റിപ്പിൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു വേവ്സ് പോലെ തലച്ചോറിൽ ഇങ്ങനെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഉറങ്ങാൻ എന്ത് ചെയ്യില്ല, കുട്ടികൾക്ക് സാധിക്കില്ല. നേരത്തെ എണീക്കാൻ സ്വാഭാവികമായിട്ടും കഴിയില്ല. ഇനി എണീറ്റാൽ തന്നെ പിറ്റേ ദിവസം സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉറക്കച്ചടവ് ഉണ്ടാകും. അത് അവർക്ക് ഒരിക്കലും തന്നെ മൂന്നാമത്തെ പ്രശ്നം ഉണ്ടാകും. എന്താണ്? ഈ അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. അറ്റൻഷൻ ഫ്രാഗ്മെൻറ്റേഷൻ നടക്കുന്നതോടെ തന്നെ കുട്ടികളെ സംബന്ധിച്ചോളം അവർ ഈ നോളജിൻ്റെ ഗ്യാതറിങ്ങോ റിട്ടൻഷൻ, അതിൻ്റെ ഓർമ്മ വയ്ക്കുക എന്നുള്ളതോ ഇതൊന്നും അവരെ കൊണ്ടെന്ത് ചെയ്യില്ല, കഴിയില്ല. ഈ ഒരു ഘട്ടം കഴിയുന്നതോടെയാണ് നമ്മൾ ഈ ഒരു അഡിക്ഷൻ്റെ ഇതിലേക്ക് എന്ത് ചെയ്യുന്നത് കുട്ടികൾ പോയി എന്ന് പറഞ്ഞത്. എനിക്ക് വെച്ചാൽ സയൻസ് പറയാത്ത 5ാമത്തൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്താ വെച്ചാൽ ഒരു വാല്യൂ സിസ്റ്റത്തെയും ഇത് കാതലായിട്ട് ബാധിക്കുന്നുണ്ട്. കുട്ടികളുടെ ഒരു മോറൽ വാല്യൂസിനെ കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടിനെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം, അതിനകത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്, ആ സിസ്റ്റത്തെയും അത് കാതലായിട്ട് മുറിവേൽപ്പിക്കുന്നുണ്ട്. ഈ ദൈനംദിനമായിട്ട് ഒരുപാട് കുട്ടികളുമായി താങ്കൾ ഇടപഴകുന്നത് കൊണ്ട് തന്നെ അവരിൽ വല്ല മാറ്റവും താങ്കൾ കണ്ടിട്ടുണ്ടോ? ഒരു കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ഈ വെക്കേഷൻ സമയം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അധികം കുട്ടികളിലൊരു മാറ്റം കാണാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടോ? ഇത് ഈ വളരെ പണ്ട് തന്നെ ഇപ്പോൾ ഈ അമേരിക്കയിലൊക്കെ ഉള്ള പഠനങ്ങളാണ്. ഈ നമ്മളൊരു സമ്മർ കഴിയുമ്പോഴേക്ക് തന്നെ നോർമലായി, ഇതൊന്നും ഇല്ലെങ്കിൽ പോലും കുട്ടികളിൽ ഒരു ലോസ് ഉണ്ടാകും, ഒരു സമ്മർ ലോസ് എന്ത് ചെയ്യും, ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സമ്മറിൻ്റെ ഈ ഡ്യൂറേഷൻ, അതായത് നേരത്തെ 3 മാസം ഉണ്ടായിരുന്ന അവിടെയൊക്കെ 2 മാസമാക്കിയൊക്കെ കുറച്ചു. ഇപ്പോൾ നമുക്കറിയാം ഗൾഫ് കൺട്രീസിലൊക്കെ 1 മന്ത് കൊടുത്ത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും 1 മന്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ളൊരു ലോസ് കുറയ്ക്കാൻ വേണ്ടി കൂടെയാണ്. ഇവിടെ നമുക്കറിയാം ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികൾ, നമ്മളിപ്പോൾ ഈ ഒരു സ്കൂളിലേക്ക് കുട്ടികൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബേസ് ലൈൻ അസസ്മെൻറ്റ് നടത്താറുണ്ട്. ഈ ബേസ് ലൈൻ അസസ്മെൻറ്റ് നടത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ എത്രത്തോളം കുട്ടികൾ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും അതിൽ കോറായിട്ടുള്ള, നമ്മൾ അല്ലാതെ ഈ നെറ്റിഗ്രിറ്റി ഡീറ്റെയിൽസിലേക്കല്ല പോവുക, കോറായിട്ട് പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം കുട്ടിക്ക് ഓർമ്മിക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇത് നടത്തുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ടറിയാം ഈ ഒരു കുട്ടികളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. രണ്ടെന്താ വെച്ചാൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉണ്ട്. ഇത് നന്നായി പഠിച്ചിരുന്നില്ല കുട്ടികൾ, ചിലപ്പോൾ ഉമ്മ കൂടെ എന്തെങ്കിലും ഗൾഫിലേക്ക് പോകും, വലിയപ്പാൻ്റെ കൂടെ ആയിരിക്കും പിന്നെ. അപ്പോൾ നമ്മളെപ്പോഴും അത് മനസ്സിലാക്കുക പലപ്പോഴും വെച്ചാൽ ഈ കുട്ടിയിലുണ്ടാകുന്ന ചേഞ്ചസ്, കുട്ടി ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് പ്രോപ്പറാവില്ല, അതുപോലെ തന്നെ നേരത്തെ നന്നായിട്ട് ക്ലാസ്സിൽ അറ്റൻറ്റീവായിരുന്ന ആക്റ്റീവായിരുന്ന കുട്ടി, ഉത്തരങ്ങളൊക്കെ പറഞ്ഞിരുന്ന കുട്ടി, എല്ലാം പ്രോപ്പറായി ചെയ്തു കൊണ്ടുവരുന്ന കുട്ടി കാണാം ഇതിന്നൊക്കെ മെല്ലെ മെല്ലെ ഒരു വിഡ്രോവൽ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോഴാണ് കുട്ടിയുടെ പാരൻ്റ് ഇവിടെ ഇല്ല, ഗൾഫിലേക്ക് ചിലപ്പോൾ 3 മാസത്തേക്ക് പോയിട്ടുണ്ടാവും. സ്വാഭാവികമായി ഈ ഒരു സമയം കൊണ്ട് തന്നെ കുട്ടി ഈ ഒരു അഡിക്റ്റീവ് നേച്ചറിലേക്ക് പോകും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യും, കുട്ടിയുടെ ഒരു ലേണിംഗ് ഡിസോർഡർ സംഭവിക്കും. ഇത് മനസ്സിലാക്കുന്നത് അധ്യാപകർക്ക് പെട്ടെന്ന് അവരെ ആ ഒരു ബിഹേവിയറൽ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്കൂൾ തലത്തിൽ അധ്യാപകർ വഴി ഈ ഒരു ഇതിനെ ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലും പദ്ധതികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തകളോ നടന്നിട്ടുണ്ടോ? അല്ല, അതിപ്പം ഈ ജനറലായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം. ഒന്നെന്താ വെച്ചാൽ ഇപ്പം നമുക്ക് അതിൽ പൊതുവായ നിലയിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ രീതിയിലേക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ലേണിംഗ് ആക്ടിവിറ്റി ബേസ്ഡ് ആകണം, അതുപോലെ എക്സ്പീരിയൻഷ്യൽ ആവണം, അതുപോലെ കുട്ടികളുടെ എൻക്വയറി ബേസ്ഡ് ആവണമെന്നൊക്കെ.
ഇതിനൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ, ഒന്ന് ആക്ടിവിറ്റി ബേസ്ഡ് ആകുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം എൻഗേജ്മെൻറ്റ് ഉണ്ടാകും. ഇൻവോൾവ് ചെയ്യുവർ, കുട്ടികൾ ഇൻവോൾവ് ചെയ്യണം, എൻഗേജ് ചെയ്യണം. അപ്പോൾ എൻഗേജ് ചെയ്യുമ്പോൾ പരമാവധി അവരുടെ ഈ ബ്രെയിനിന് സ്റ്റിമുലേഷൻസ് കിട്ടും. മാത്രമല്ല അത് റിട്ടൻഷൻ കൂട്ടും. കാരണം ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള ഓർമ്മ വെറുതെ വായിച്ചതിനേക്കാൾ കൂടുതലായിട്ട് എന്തായാലും നിലനിൽക്കും. പിന്നെ രണ്ട് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പല രീതിയിലായിരിക്കാം. അതും ഇതുപോലെ റിട്ടൻഷൻ എന്ത് ചെയ്യും, കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ പൊതുവായി തന്നെ ഇപ്പോൾ ഇന്ന് സ്കൂളുകളിൽ പ്രാവർത്തികമാക്കണം എന്ന് പറയപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിന് പുറമെ എന്താ വെച്ചാൽ, ഈ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൻ്റെ മുറക്ക് ഈ കുട്ടികളിലെ ഇൻ്റർവെൻഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന കുട്ടികളെ ആ രീതിയിൽ ഇൻ്റർവെൻഷൻ നടത്തുകയും പിന്നെ എല്ലായിടത്തും ശരിക്കും കൗൺസിലേഴ്സ് വേണമെന്നുള്ളതാണ്. ആ കൗൺസിലേഴ്സ് പിന്നെ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. അവരാ രീതിയിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പാരൻസ് പലപ്പോഴും ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ, ഒന്ന് ഈ ഇഗ്നറൻ്റ് ആയിട്ടുള്ള പാരൻറ്റിങ്ങും നെഗ്ലക്റ്റിംഗ് ആയിട്ടുള്ള പാരൻറ്റിങ്ങുമാണ്. ഇത് രണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നു, ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത്, നമ്മുടെ പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് ഫസ്റ്റിൽ ഞാൻ നടത്തിയ ഒരു പ്രോഗ്രാം, ഈ പാരൻസിന് വേണ്ടി നടത്തിയ പ്രോഗ്രാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. വെച്ചാൽ ഇതിൻ്റെ ഒരു അവരെ ഒന്ന് എംപവർ ചെയ്തെടുക്കുക, എങ്ങനെയാണ് കുട്ടികൾ ഈ രംഗത്ത് കൃത്യമായിട്ട് ഗൈഡഡ് ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ മോണിറ്ററിങ്ങിന് അവരുടെ ഒരു മോണിറ്ററിങ്ങിൽ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള വിഷയങ്ങളായിരുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളിവിടെ സ്കൂളിൽ ചെയ്തൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം കുട്ടികളുടെ ഒരു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആനന്ദം കണ്ടെത്താനുള്ള ശ്രമം എന്ന് പറഞ്ഞല്ലോ. ഈ ആനന്ദം ശരിക്കും നമ്മളൊക്കെ പണ്ട് കാലത്ത് ഒന്നുകിൽ വായനയിലൂടെ നമ്മൾ കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ കളികളും ഒക്കെ. ഈ പല കളികളും ശരിക്കും കുട്ടികൾ ഇൻവെൻറ്റ് ചെയ്യുന്നതാണ്. അതല്ല നേരത്തെ എക്സിസ്റ്റ് ചെയ്യുന്ന ആയിക്കോളൊന്നുമില്ല. അത് ഈ ബോറടിക്കുമ്പോൾ എന്താണ്, നമുക്ക് കളിക്കാമെന്ന് പറയും, കളിക്കുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ കളിച്ചു നോക്കാമെന്ന് പറയും. പലപ്പോഴും പല കളികളും അങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആൾട്രേഷൻസ് കൊണ്ടുവരും. അത് എന്തായാലും ഇതിലൂടെയൊക്കെ കുട്ടികൾ അവരുടെ ഒരു സ്വയം കണ്ടൻറ്റഡ് ആയിട്ടുള്ളൊരു ഒരു സ്പേസിലേക്ക് അവർ മാറും. ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളൊരു സംഭവമാണ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മളിവിടെ സ്കൂളിൽ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമായിരുന്നു വൺ ബുക്ക് എ മന്ത് എന്ന് പറഞ്ഞിട്ട്. ഒരു കുട്ടി ഒരു പുസ്തകമെങ്കിലും ഒരു മാസത്തിൽ വായിച്ചിരിക്കണം. നമ്മൾ കുറച്ച് വൈകിയാണ് തുടങ്ങിയപ്പോൾ 8 പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു അത്ഭുതം എന്താ വെച്ചാൽ, നമ്മളതിന് വേണ്ടിയിട്ട് ഗ്രേഡഡ് റീഡിങ്ങിനുള്ള പുസ്തകങ്ങൾ എന്ത് ചെയ്തു, ലൈബ്രറിയിൽ കൊണ്ടുവന്നു. പിന്നെ കുട്ടികളുടെ ഒരു ചോയ്സിൽപ്പെട്ട കുറേ സാധനങ്ങൾ ഒക്കെ അതിനനുസരിച്ച് പ്രത്യേകമായിട്ട് നമ്മൾ സജ്ജീകരിച്ചു. എന്നിട്ടൊരു അത്ഭുതം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളെ ഏറ്റെടുത്തു. കാരണം നമ്മൾ കരുതുന്ന വെച്ചാൽ കുട്ടികൾക്ക് യാതൊരു റീഡിങ് ഹാബിറ്റും ഇല്ല, റീഡിങ് താല്പര്യമില്ല എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ഒരു ചോയ്സ് അനുസരിച്ചിട്ടുള്ളൊരു സെലക്ഷനിലേക്ക് അവരെത്തുന്നു. വായിക്കാനുള്ള നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉണ്ടാവുന്നു. ഇതൊക്കെ വന്നതോടെ കുട്ടികൾ കാര്യമായിട്ട് അത് ഏറ്റെടുത്തു. ഒരു കുട്ടി ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റീഡർ ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡൊക്കെ എന്ത് ചെയ്ത് കൊടുക്കണ്ടേ. ഒരു കുട്ടി 108 പുസ്തകം വായിച്ചു. വലിയ പുസ്തകങ്ങളാണെന്നല്ല, പക്ഷേ എങ്കിൽ പോലും അത്രയും പുസ്തകങ്ങൾ വായിക്കുകയും അതിൽ തന്നെ 50 or 56 പുസ്തകങ്ങൾക്ക് റിവ്യൂ ഇതും കൂടെ ഉണ്ടായിരുന്നു. അതെന്താണ് എഴുതുണ്ടായി. അപ്പോൾ അങ്ങനെ 50 പുസ്തകങ്ങൾ, 40 പുസ്തകങ്ങൾ, 30 പുസ്തകങ്ങളൊക്കെ വായിച്ച ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികളെ കൃത്യമായിട്ടുള്ള പ്രോഗ്രാമിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരെ കൂടെ മോട്ടിവേറ്റ് ചെയ്ത് ഈ പ്രോഗ്രാമിൻ്റെയൊക്കെ ഭാഗമാക്കുകയാണെങ്കിൽ നല്ലൊരു പരിധിവരെ നമുക്ക് കുട്ടികളെ മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനൊരു പാരലലായ ഒരു സിസ്റ്റം വീടുകളിലും ഉണ്ടായി വരിക എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഒരു പരിധിവരെ കുട്ടികളെ നമുക്ക് മാറ്റാൻ, അല്ലെങ്കിൽ അവരെ ഡീവിയേറ്റ് ചെയ്യാനും സേവ് ചെയ്യാനും ഒക്കെ ചില പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിൽ നടക്കും. പലപ്പോഴും രക്ഷിതാക്കളെ സംബന്ധിച്ചിത് അവർ അഡിക്റ്റഡ് ആണ് എന്നുള്ളൊരു ബോധം വരുന്നത് കുറേ വൈകിട്ടാണ്. അത് മുൻകൂട്ടി തിരിച്ചറിയാനുള്ള എന്തെങ്കിലും സൂചനകൾ, മാർഗങ്ങളൊക്കെ കുട്ടികളെ കാണുമ്പോൾ, വീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? അല്ല, ഇതിൻ്റെ ഒരു ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം ഇവർക്ക് പ്രധാനമായിട്ടും 2 രീതിയിലാണ് ഇത് ആദ്യം മനസ്സിലാവുക. ഒന്ന്, കുട്ടിയുടെ ഈ വർക്കുകളൊക്കെ എന്ത് ചെയ്യും, ഡിസോർഡർ ആകും.
കുട്ടിയുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലേണിങ്ങിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ നമുക്ക് കാണാൻ തുടങ്ങും. കുട്ടികൾ തന്നെ പറയും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, വായിച്ചാൽ മനസ്സിലാവുന്നില്ല, ഓർമ്മ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ നമ്മൾ കുട്ടികളോട് സംസാരിച്ചാൽ നമുക്കറിയാം കുട്ടിയുടെ റൂട്ടീനൊക്കെ മാറിയിട്ടുണ്ടാവും. മറ്റൊന്ന് കുട്ടികളുടെ ബിഹേവിയറാണ്. ഈ ബിഹേവിയർ കുറേയൊക്കെ കുട്ടികൾക്ക് മറച്ചു വയ്ക്കാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും അവരുടെ ഒരു നേച്ചറിൽ വരുന്ന ചില മാറ്റങ്ങൾ ഇത് നമുക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ്, പ്രത്യേകിച്ചും നല്ല ടീച്ചേഴ്സ് ആണെങ്കിൽ ഓരോ കുട്ടിയെക്കുറിച്ച് ഏതാണ്ടൊരു ചിത്രം അവരുടെ മുമ്പിലുണ്ടാവും. ആ കുട്ടിയെ അങ്ങനെ നോക്കിയാൽ തന്നെ കുട്ടിക്ക് വരുന്ന മാറ്റം കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ പാരൻസിനെ സംബന്ധിച്ചോളം സംഭവിക്കുന്നത് വെച്ചാൽ അവർ ഇപ്പോൾ നമുക്കറിയാം നോർമൽ കേസിൽ എപ്പോഴും അവർക്ക് അവരുടെ കുട്ടിയാണ്. ഇവർ ഈ കുട്ടി മൊബൈൽ ചോദിക്കുമ്പോൾ കൊടുക്കുന്നതും കുട്ടി എന്താ വാച്ച് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പ്രത്യേകിച്ചൊന്നും അവർ മോണിറ്റർ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. ഇത് കുട്ടി പക്ഷെ നമുക്ക് വളരെ വ്യക്തമാണ് ഇത് രഹസ്യമാക്കി വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ കാണുന്നതെന്ന് പിന്നെ നമ്മളെ കാണിക്കാതിരിക്കുക. ഒപ്പം തന്നെ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുന്നു, പിന്നെ അതുമായിട്ട് എവിടെയെങ്കിലും ഒളിഞ്ഞെന്ത് ചെയ്തു പോയിരിക്കുന്നു. വിളിച്ചാൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ചോദിച്ചാൽ മൊബൈൽ എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് തരുന്നില്ല. 5 മിനിറ്റ് എന്നിട്ട് എന്ത് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതാണ്ട് മനസ്സിലാക്കാൻ പറ്റും കുട്ടി അതിൻ്റെ ഒരു ലൂപ്പിലേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ പിന്നെ പല പാരൻസും എന്ത് ചെയ്യും, ടൈം സെറ്റ് ചെയ്യും. അപ്പോൾ ആ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും കുട്ടിക്ക് നിന്ന് വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടി വീണ്ടും വന്ന് എന്താണ് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നു. ചിലപ്പോൾ ചില ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ചില റിവാർഡ്സൊക്കെ അത് എന്നുവെച്ചാൽ 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ തരാമെന്നോ അല്ലെങ്കിൽ പിന്നീട് തരാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ റിവാർഡ്സ് എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, കുട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ള രീതിയിൽ ചെയ്യുന്നു. ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ പാരൻസിന് ഒബ്സർവ് ചെയ്യാൻ പറ്റും കുട്ടി എത്ര കെയർഫുള്ളായിട്ടാണ് തൻ്റെ വർക്കുകൾ ചെയ്യുന്നത്, അതോ ഈ ഒരൊറ്റ പർപ്പസിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ പാരൻസിന് കുറച്ചൊരു ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവരുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ്, പാരൻസിനോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങും. പിന്നെ പലപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒന്നും പറയാത്ത വാക്കുകൾ പറയാൻ തുടങ്ങും. റാഷായിട്ടുള്ള രീതിയിൽ പറയാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ അഗ്രസീവായിട്ട് മാറും. അപ്പോൾ ഇത് ഇപ്പോൾ എനിക്ക് ഉണ്ടായൊരു അനുഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 2 വർഷം മുമ്പാണത്, ഒരു 1.5 വർഷം മുമ്പാണ്. ഒരു പാരൻ്റ് വളരെ വൈകാരികമായിട്ട് വന്നിട്ട് പറഞ്ഞു എൻ്റെ മോൻ എൻ്റെ മുഖത്തടിച്ചു. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ അവർ തമ്മിൽ രാത്രി എന്താണ് ഒരു പിന്നെ ഡിസ്പ്യൂട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അത് ഒരു വഴക്കായിട്ട് മാറുന്നു. വഴക്കിൻ്റെ ഒടുവിൽ എന്താണ് പിന്നെ വാപ്പത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് മോൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചത്, വാപ്പ ഇതിങ്ങനെ ഇരുന്നിട്ട് മണിക്കൂറിലോ കാണണ്ടല്ലോ, എനിക്ക് മാത്രം എന്താ തരാത്തതെന്നോട്ട് ഒരൊറ്റ എന്താണ് കൊടുത്തു എന്നാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു മോഡലിലേക്കൊക്കെ കുട്ടി പെട്ടെന്ന് വരുന്നതല്ല, മറിച്ച് മെല്ലെ മെല്ലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ കുട്ടികൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഈ രീതിയിലുള്ള ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പാരൻസ് ഉടനെ തന്നെ ഒരു ഇൻ്റർവെൻഷൻ നടത്തുകയും അവരെ ഗൈഡ് ചെയ്യാൻ, കൗൺസിൽ ചെയ്യാൻ, അവരെ വളരെ മറ്റേ സ്നേഹപൂർവ്വം ഒരു പാരൻറ്റിനുള്ള വൈകാരികമായിട്ടുള്ളൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ കുട്ടിയെ മെല്ലെ ചേർത്ത് പിടിച്ച് മെല്ലെ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ടി വരും. പേരൻസിന് തന്നെ അത്യാവശ്യം പക്വതയും പാകതയും വന്നിട്ടുള്ള പേരൻസ് വരെ ഒരുപാട് സമയം ഈ റീൽസിൻ്റെ പിന്നിലിരിക്കുമ്പോൾ ഇതൊന്നും അറിയാത്തൊരു കുട്ടി ഈ ഷോർട്ട് സ്പാൻ കണ്ടൻറ്റുകൾ കണ്ട് അതിലാനന്ദം കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അവരുടെ പഠനത്തിലായാലും എന്തിലായാലും വരുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ ഒരു തരത്തിൽ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? കാരണം പേരൻസിനെ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ കുട്ടികൾ ഈ ഷോർട്ട് ടേം കണ്ടൻറ്റുകൾ, ചെറിയ ഷോർട്സുകളുടെ പിന്നാലെ പോവുക, അത് സ്വൈപ്പ് ചെയ്ത് സമയം പോകുന്നത് അറിയാത്തൊരവസ്ഥയുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? അല്ല, അതിൽ നമ്മൾ പലപ്പോഴും കുട്ടികളെക്കുറിച്ചും അല്ലെങ്കിൽ യുവാക്കളെക്കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിവിങ് ലേണിംഗ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ആണ് ഈ കുട്ടികളെ രൂപപ്പെടുത്തുന്നത്. അവിടെ അവരുടെ മുൻപിലുള്ള ഈ
അവർക്ക് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒബ്ജക്റ്റുകൾ, അവർക്ക് അനുകരിക്കാനുള്ള ഇതാരോ എന്തോ, ഇത് അവർക്ക് നൽകുന്നത് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു റോളാണ് അവർ പ്ലേ ചെയ്യുന്നതെങ്കിൽ, ഈ കുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടിക്ക് അങ്ങനെ ഒരു ഫിൽറ്ററിങ് ഇല്ല. കുട്ടിയെ സംബന്ധിച്ചോളം വളരെ വൈകാരികമാണ്. അവൻ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും ഈ ചില വാപ്പാരൊക്കെ പറയും, എടാ ഞാനോ ഇതിൽ കുടുങ്ങിപ്പോയി, വീടിയൊക്കെ വലിക്കുന്നുണ്ടാവും, ഞാനോ ഇതിൽ കുടുങ്ങിപ്പോയി, ഈ എന്ത് ചെയ്യരുത്, പിന്നെ കുടുങ്ങരുത്. കള്ളുപിടിക്കുന്നവരൊക്കെ ഇത് പറയും. പക്ഷേ ഇവിടെ ഒരു അപകടം എവിടെ വെച്ചാൽ, ഇത് വാച്ച് ചെയ്യുന്ന പാരൻ്റ് ഒരിക്കലും ഞാനിതിൽ കുടുങ്ങിപ്പോയി അതുകൊണ്ട് ഇജ്ജ് കുടുങ്ങിപ്പോകരുതെന്ന് പറയുന്നില്ല. മറിച്ച് ആ പാരൻ്റ് അതിനെ ശരിയായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ പാരൻറ്റിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ, കാരണം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാനിത് കാണുന്നത്, അതുകൊണ്ട് എനിക്കതിന് അവകാശമുണ്ട് എന്ന് പാരൻ്റ് സ്വയം കരുതുന്നു. ഇതാണ് പലപ്പോഴും കൂടുതൽ അപകടമുണ്ടാക്കുന്നത്. കുട്ടിയെ സംബന്ധിച്ചോളം ഒരിക്കലും തന്നെ അവനൊരു എൻ്റർടൈൻമെൻറ്റ് ഒഴിവാക്കണമെന്നും പാരൻറ്റിന് ഒരു എൻ്റർടൈൻമെൻറ്റിന് അവകാശമുണ്ടെന്നും പറയുമ്പോൾ ഇത് യോജിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ പാരൻ്റ് എന്താ അവനെ പറയുക, നിൻ്റെ ഭാവിയെ ബാധിക്കും, പിന്നെ നിൻ്റെ ലേണിങ്ങിനെ ബാധിക്കും. ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ ഇതിനെ കോറിലേറ്റ് ചെയ്യാനോ ലോജിക്കലായിട്ട് യുക്തിസഹമായിട്ട് ഇതിനെ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കാനൊന്നും കുട്ടിക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രൈമറി ആയ കാര്യമാണ് ഇത് ഈ സമയത്ത് ഉപയോഗിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾ പഠിക്കുന്ന സമയം ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ കുട്ടി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ എന്ത് ചെയ്യും, ചിരിക്കുന്നുണ്ടാവും. ഇതാരും കാണുകയാണ്, കുട്ടി കാണുകയാണ്. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചോളം അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ഒരു ലോകത്ത് നിന്ന് എന്തോ കണ്ടിട്ട് എന്ത് ചെയ്യുന്നത്, സന്തോഷിക്കുന്നുണ്ട്. ഇതിലേക്കാണ് അവൻ്റെ അറ്റൻഷൻ പോകുന്നത്. അപ്പോൾ ഈ അറ്റൻഷൻ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും സാധാരണ ഉണ്ടാകാൻ പറ്റില്ല. അത് ശബ്ദമാവട്ടെ, ഈ പോലെ വെളിച്ചമാവട്ടെ, ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടാണ് അറ്റൻഷനെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പാരൻ്റ് എന്തായാലും ശ്രദ്ധിക്കേണ്ടി വരും. ഒന്നാമത്തൊരു കാര്യമാണ്. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഇതിനകത്ത് പരമാവധി ഞാൻ പറഞ്ഞു വെച്ചാൽ ഒന്നിച്ച് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയപ്പോൾ നമ്മൾ കാണേണ്ടതെന്തോ ഇത് കുട്ടിയും കാണേണ്ട കാര്യങ്ങളാക്കി മാറ്റുക. എന്നിട്ട് പരമാവധി പാരൻറ്റും കുട്ടിയും ചേർന്ന് നിന്നുകൊണ്ട് അത് കാണുക. അപ്പോൾ ഒന്നെന്താ വെച്ചാൽ, ഈ എന്താണ് വാച്ച് ചെയ്യേണ്ടത്, എന്ത് ആണ് പാരൻ്റ് വാച്ച് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ കുട്ടിക്കും ഒരു ചെറിയ രൂപം കിട്ടും. അപ്പോൾ അതിലൂടെ നമുക്ക് എന്താ വെച്ചാൽ, നമുക്കറിയാലോ ഒരു കാര്യം നമ്മൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സമാനമായിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കും വീണ്ടും വീണ്ടും വരുന്നത്. അപ്പോൾ കുറേ കൂടെ എന്ത് ചെയ്യും, കുട്ടി അതിലേക്ക് ഇങ്ങനെ ചാനലൈസ് ചെയ്ത് പോവുകയും ആ രീതിയിൽ കുട്ടിയുടെ ഒരു മൈൻഡ് സ്കേപ്പ് ഡെവലപ്പ് ചെയ്യുകയും കുറേ കൂടെ ഒരു പോസിറ്റീവായ അല്ലെങ്കിൽ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കണ്ടൻറ്റിലേക്ക് കുട്ടിക്ക് പോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഷോർട്ട് റീൽസ് എന്നുള്ളത്, ഞാൻ സത്യം പറഞ്ഞാൽ പറയുന്നത് അത് ഏജ് റെസ്ട്രിക്റ്റഡ് ആക്കേണ്ട സാധനമാണ് അത്. കാരണം ഇത് വളരെ അപകടകരമായ രൂപത്തിലാണ് ഈ കുട്ടികളുടെ ബ്രെയിനിനെ മാറ്റിയെടുക്കുന്നത്. കാരണം കുട്ടിക്ക് ഒരിക്കലും ഒരു കാര്യം ഒരു ലോങ് മീൻസ് ഒരു 5-10 മിനിറ്റോ പോലും വായിക്കാനോ അല്ലെങ്കിൽ 5-10 മിനിറ്റ് വായിക്കുന്നൊരു കാര്യം ഉൾക്കൊള്ളാനോ ഒന്നും പറ്റാത്ത വിധത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ സ്പീഡ്, പലതിൻ്റെയും സ്പീഡ് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ നമ്മൾ ഗെയിമിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എഡിറ്റിങ്ങിലൂടെ പല ഈ ഇത്തരത്തിലുള്ള കണ്ടൻറ് വീഡിയോസും ഈ രീതിയിൽ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഫ്ലിക്കറിങ് ഒരു ഇഫക്റ്റാണ് പലപ്പോഴും ഉണ്ടാക്കുന്നത്. അത്തരം സാധനങ്ങളും ഏജ് റെസ്ട്രിക്റ്റഡാക്കി മാറ്റേണ്ടതാണ് ശരിക്കും. അല്ല, അത് മാത്രമല്ല, ഈ ഒരു സോഷ്യൽ മീഡിയനെ സംബന്ധിച്ച് ഏജ് അപ്രോപ്രിയേറ്റ് അല്ലാത്ത കണ്ടൻറ്റുകൾ അവർ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു അൽഗോരിതം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല. അവരൊരു 30 സെക്കൻഡ് ആദ്യ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വരുന്നതെല്ലാം അവരുടെ ഏജിന് ആവശ്യമില്ലാത്ത കണ്ടൻറ്റുകളാണ്. അത് അവരുടെ മനസ്സിനെ എത്രത്തോളം ആഘാതം സൃഷ്ടിക്കും എന്നുള്ളതാണ്. എൻ്റെ പേഴ്സണലായിട്ടൊരു അനുഭവം പറയാം. എൻ്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടി, അപ്പോൾ ആ കുട്ടിയുടെ ഉമ്മയും വാപ്പയും ഗൾഫിലാണ്. അവർ പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് കുട്ടിയെ മാത്രം ഇവിടെ നാട്ടിൽ നിർത്തിയിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയിൽ പല രീതിയിലുള്ള കുറച്ച് വലിയ കുട്ടിയൊന്നുമല്ല, ഒരു 4-5-6 വയസ്സ് മാത്രമായിട്ടുള്ള കുട്ടിയാണ്. പക്ഷേ കുട്ടിയുടെ സ്വഭാവത്തിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പെരുമാറ്റമൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. പക്ഷേ കുട്ടി ഒരു
റാഷായിട്ടും റൂഡായിട്ടൊക്കെ ബിഹേവ് ചെയ്യുക, മാത്രമല്ല പിന്നെ നമ്മുടെ വലിയ ആളുകളോടൊക്കെ ഒരു സംസാരിക്കുമ്പോൾ തന്നെ ഭാഷയൊക്കെ വേറെ രീതിയിൽ ഉള്ളൊരു സംസാരം, ഇതൊക്കെ കുട്ടിയിൽ കണ്ടിരുന്നു. അപ്പോൾ കുട്ടിയെ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ഗ്രാൻഡ് പാരൻസാണ് നോക്കുന്നത്, അവരും വർക്കിംഗ് പാരൻസാണ്. അപ്പോൾ അവർക്കും അത്രത്തോളം കുട്ടിയെ ഈ രീതിയിൽ സമയബന്ധിതമായിട്ട് ഗൈഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു ഇപ്പം എൻ്റെ വൈഫാണ് എന്ത് ചെയ്യാൻ ശ്രദ്ധിച്ച്, അല്ല എൻ്റെ മോളാണ് ശ്രദ്ധിച്ച് കുട്ടി വാച്ച് ചെയ്യുന്ന സാധനങ്ങൾ എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കണ്ടെന്താ വെച്ചാൽ ഈ കാർട്ടൂണുകളാണ്. പക്ഷേ ഈ കാർട്ടൂണുകളെല്ലാം അഡൽട്ട് കണ്ടൻറ്റുള്ള കാർട്ടൂണുകളാണ്. കുട്ടി ഒരിക്കലും തന്നെ വാച്ച് ചെയ്യേണ്ടതില്ലാത്ത, പക്ഷേ അതിലേറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഇതിൽ ഈ കുട്ടി കഥാപാത്രങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് അവരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ അതേസമയം ഒരു ഫാമിലി സിസ്റ്റത്തെ വല്ലാതെ ഡിസ്റപ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ രീതിയിലുള്ള കണ്ടൻറ്റാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചോളം ഇത് ഭയങ്കരമായിട്ട് കുട്ടിയുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം ആ കുട്ടി വിട്ട് നിൽക്കുന്നതും ഇതൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരം സാധനങ്ങളാണ് ഈ കുട്ടി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടി ഇതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോഴാണ് കുട്ടി ഭയങ്കരമായി വയലൻ്റായി. ചെറിയ കുട്ടിയാണ്, പക്ഷേ ഭയങ്കരമായിട്ട് വയലൻ്റായി, ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് മാറി. അപ്പം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, ഇവിടെ ഈ പാരൻസിനെ സംബന്ധിച്ചോളം കണ്ടൻറ്റ് എന്താണ് എന്ന് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് നിയർ ഫ്യൂച്ചറിൽ തന്നെ കുട്ടിക്ക് പല രീതിയിലുള്ള അപകടങ്ങളിലേക്ക് പോകും. ഇതിപ്പോൾ കുട്ടിയുടെ ഈ സെക്ഷൽ ഓറിയൻറ്റേഷനെ ബാധിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഇംപ്രോപ്പറായിട്ടുള്ള ബിഹേവിയറിലേക്ക് പോകാം, താല്പര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മളൊക്കെ തന്നെ ചെറിയ കുട്ടികൾ ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളത് ഇത് വ്യക്തമായി തന്നെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വെറുതെ കൈ കൊടുത്തിട്ട് എന്താണ് ഇത് പിന്നെ കണ്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വാങ്ങിക്കുക എന്നുള്ളതല്ല. അത് കൂടാതെ ഇതിൻ്റെ വേറൊരു വശമുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഡിജിറ്റൽ വാലിഡേഷനിലേക്ക് മാറുന്നുണ്ട്. ഒരു കുട്ടി ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനെത്ര ലൈക്സ് വന്ന്, എത്ര ആളുകൾ ഷെയർ ചെയ്തു, അതാണ് അവനെ കൂടുതൽ സന്തോഷവാനാക്കുന്നത്. അതിന് ലൈക്ക് കുറയുകയാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് മൂടിയാകുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യൽ വാലിഡേഷനിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന അപകടം എന്തായിരിക്കും കുട്ടികൾക്ക്? അല്ല, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, അതായത് നമ്മളൊരു പ്ലഷർ സീക്കിങ് നടത്തുമ്പോൾ ഇപ്പം നമുക്കൊരു സോഷ്യൽ ലൈഫിൽ നമുക്ക് പലപ്പോഴും കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് അപ്രീസിയേഷന്, അല്ലെങ്കിൽ റിവാർഡുകൾ, അക്നോളജ്മെൻറ്റ്. നമ്മളെ തിരിച്ചറിയപ്പെടുന്നു, നമ്മൾക്ക് പിന്നെ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, ഒരു സമൂഹ അംഗീകാരം നൽകുന്നു. ഇതൊക്കെയാണ് ഇത് നമ്മളൊരു ക്ലാസ് റൂമിൽ നിന്നാണെങ്കിലും പൊതുസമൂഹത്തിൽ നമുക്ക് ഏറ്റവും കിട്ടുന്നത്. ഇതിനാണ് നമ്മൾ ഒരു സോഷ്യൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുകയും ഫ്രണ്ട്സിനെ ഉണ്ടാക്കുകയും അത്തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റിനെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊരു പാരലായിട്ടുള്ളൊരു സൊസൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേൾഡാണ്. അവിടെ നമുക്ക് വളരെ ഈസി ആയിട്ട് റിവാർഡുകൾ കിട്ടും, ഈസി ആയിട്ട് അക്നോളജ്മെൻറ്റ് കിട്ടും, അപ്രീസിയേഷൻസ് കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് എപ്പോഴും ആഗ്രഹിക്കുക. ഇതിന് പക്ഷേ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. മാത്രമല്ല, വേണമെങ്കിൽ ബോധപൂർവ്വം ഒരാളെ വേണമെങ്കിൽ തകർക്കാൻ എന്ത് ചെയ്യുക, ശ്രമിക്കാൻ പറ്റും. ഇവിടെയാണ് ഈ ഇത്തരത്തിലുള്ളൊരു മീഡിയയിലുള്ള ഈ സ്യൂഡോ ആയ അപ്രീസിയേഷൻസ്, അല്ലെങ്കിൽ സ്യൂഡോ ആയിട്ടുള്ള റിവാർഡുകളും ആക്ച്വൽ ലൈഫിലുള്ള ഈ റിവാർഡുകളും തമ്മിൽ കുട്ടികൾ കൃത്യമായി പഠിപ്പിച്ചേ മതിയാകും. അവിടെയാണൊരു ക്ലാസ് റൂം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ രീതിയിലൊരു സോഷ്യൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിഫറൻ്റ് ആവുന്നത് എന്നുള്ളതും അതിൽ നിന്ന് കുട്ടികൾക്ക് പരമാവധി ഇത്തരത്തിലുള്ള അപ്രീസിയേഷൻസൊക്കെ കൊടുത്തുകൊണ്ട് ആ ഒരു ജൈവികമായ രീതിയിൽ ഈ പ്ലഷർ അവരെ അനുഭവിപ്പിക്കാൻ പഠിപ്പിക്കണം. അതവർക്ക് കിട്ടണം. അത് കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രശ്നവും കുറച്ചൊക്കെ ഉണ്ട് പലപ്പോഴും. അപ്പോൾ ഇത് രണ്ടും വെറുതെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്താൽ മാത്രം പോരാ, ഇവർക്ക് ജെന്യുവിനായ ഈ ഒരു ആനന്ദത്തിനുള്ള അല്ലെങ്കിൽ അവരുടെ അംഗീകാരത്തിനുള്ള സാധ്യതകൾ
ഉണ്ടാകണം. എന്നാൽ കുറേ കൂടെ മറ്റേതിനെ അവർ മനസ്സിലാക്കും. മാത്രമല്ല അതിനെക്കുറിച്ചുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ എന്തായാലും ആവശ്യമുണ്ടാകും. അത് നടന്നാൽ തന്നെ കുട്ടികളെ നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ വൈകാരികമായി മാത്രം കാര്യങ്ങളെ കാണുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളൊരു റീസണിങ്ങിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ ഈ ഫോമോ, ഫിയറിങ് ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന ഒരു ഇത്. അത് കുട്ടികൾ മറ്റുള്ളവരെ കണ്ടുകൊണ്ടാണ് അവർ വളരുന്നത്. സ്വന്തം പിയർ ഗ്രൂപ്പിൽപ്പെട്ടൊരു കുട്ടി ഒരു മോട്ടോർ ബൈക്ക് എടുത്ത് പോവുകയാണെങ്കിൽ അവൻ ആലോചിക്കുകയാണ് എന്നെക്കൊണ്ട് അതിന് പറ്റുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഫീൽ ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മെസ്സേജ് എന്തായിരിക്കും? കാരണം മറ്റുള്ളവരിലേക്ക് നോക്കാതെ സ്വയം ഒരു വളർച്ചയ്ക്ക് വേണ്ട ഒരു ഉപദേശം എന്തായിരിക്കും നൽകാൻ പറ്റും? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതായത് ഈ സയൻറ്റിഫിക്കായിട്ട് ചിന്തിക്കുന്നവർ ഇതിൽ ആഡ് ചെയ്യാത്തൊരു കാര്യമാണ് വാല്യൂ സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞു. നമ്മളൊക്കെ ഈ വാല്യൂ സിസ്റ്റം ലോകത്ത് തന്നെ സംഭവിച്ചത് എന്താണ്? മതത്തെ, യൂറോപ്യൻ ലോകം എന്ത് ചെയ്തു? മതത്തെ മാറ്റി നിർത്തി. അപ്പോൾ നേരത്തെ ഉള്ള വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് മതവുമായി ബന്ധപ്പെട്ട ഒരു മോറലും ഒക്കെ ചേർന്നതായിരുന്നു. അപ്പോൾ അത് പോയതോടൊരു വാക്യൂം ഉണ്ടായി. ഈ വാക്വത്തെ ഫില്ല് ചെയ്യണമെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് പിൽക്കാലത്ത് വാല്യൂ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വാല്യൂ എഡ്യൂക്കേഷൻ വരുമ്പോഴും ഇതിനൊരു നിയതമായിട്ട് ഈ വാല്യൂ ഫോളോ ചെയ്യേണ്ടതിന് നിയതമായൊരു കാരണമില്ല. അല്ലെങ്കിൽ അതുകൊണ്ട് കിട്ടാവുന്ന ഒരു റിവാർഡിനെ കുറിച്ച് എന്താണ് എവിടെയും നമുക്ക് തീരുന്നില്ല. ഇവിടെയാണ് മതങ്ങളുടെ ഒരു വലിയ പ്രസക്തി ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇസ്ലാമിനെ എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സകല പ്രവൃത്തികൾക്കും അവന് റിവാർഡുണ്ട്. നഷ്ടങ്ങൾക്ക് റിവാർഡുണ്ട്, ലോസസിനൊക്കെ അവന് റിവാർഡുണ്ട്. കിട്ടാതിരിക്കുന്ന കാര്യങ്ങൾക്ക് അവന് പിന്നെ ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിന് റിവാർഡുണ്ട്. അത് നാളെ എന്ത് ചെയ്യാം, പൂർത്തീകരിക്കപ്പെടുമെന്നുള്ള ഹോപ്പുണ്ട്. അപ്പോൾ ഇത് വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല, കിട്ടാനും പോകുന്നില്ല, കിട്ടിയ കാര്യങ്ങൾ നിലനിൽക്കാനും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഉപദേശങ്ങൾ, ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം എന്താണ്? നിങ്ങൾ മുകളിലേക്ക് ആളുകൾ നോക്കരുത്, താഴേക്ക് എന്ത് ചെയ്യുക, നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ വളരെ കണിശമായി ഒരു കുട്ടിയുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന, മനസ്സിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അവൻ്റെ ചിന്താമണ്ഡലത്തെ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒരു മതബോധമോ ധാർമ്മിക ബോധമോ അല്ലെങ്കിൽ ഒരു മൂല്യബോധമോ കുട്ടികൾക്ക് കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. ആ ഒരു ബോധത്തിലാണ് കുട്ടി നിൽക്കുന്നതെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളെ അവൻ വേറെ രീതിയിൽ കാണുള്ളൂ. അവന് വണ്ടിയുണ്ട്, എനിക്ക് വണ്ടിയില്ല, എനിക്ക് പെൻസിലുണ്ട്, മറ്റേ കുട്ടിക്ക് പെൻസിൽ ഇല്ല. ഇത് തിരിച്ചറിയാൻ ഒരു കമ്പാരിറ്റീവായിട്ടുള്ളൊരു ഡിഫറൻസസ്, ലോകത്തിൽ ഇത്തരത്തിലുള്ള പല തട്ടുകളുണ്ട് എന്നുള്ളത് ഇതൊക്കെ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ഒരു ഭാഗത്തൊരു വാക്വം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ശരിയായ ഒരു മൂല്യബോധത്തിൽ നിന്ന് കുട്ടി ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ ആകെ ജീവിക്കുന്ന എവിടെയാണ്? വളരെ പളപളപ്പുള്ള ഇത് കിട്ടുന്ന ഒരു ആളുകളുടെ മാത്രം കണ്ടുകൊണ്ടൊരു ലോകത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി എന്ന് പറയുന്നത് കുട്ടികളുടെ ഈ ഒരു മനോഘടന രൂപപ്പെടുന്ന സമയത്ത് അവരുടെ ചിന്താമണ്ഡലത്തെ, ധാർമ്മിക ബോധത്തെ, ഈ വാല്യൂ സിസ്റ്റത്തെ ഇതിനെ ഷെയ്പ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു എൻവയോൺമെൻറ്റും കൂടെ നൽകുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഈ പറഞ്ഞതിനോട് ചേർത്ത് പറയാനുള്ളത്, നമ്മളൊരു കുട്ടികൾ പൊതുവെ വിർച്വൽ ഹാപ്പിനെസ്സിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ലൈക്സ്, അതിൽ കിട്ടുന്ന ഫ്ലവേഴ്സ്, ഒരു ഹാർട്ട്, അതെല്ലാമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ട് ഒരു റിയൽ ലൈഫ് ഹാപ്പിനെസ്സിലേക്ക്, റിയൽ ലൈഫിൽ ലഭിക്കുന്ന കോംപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ആ ഒരു വേർതിരിവ് അവർക്ക് എങ്ങനെ ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ഒരു ക്ലാസ് റൂമിലാണെങ്കിലും അവരൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും? അതിൽ ഒരു ക്ലാസ് റൂമിൻ്റെയും പുറത്തേക്ക് അതൊന്ന് കിടക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനൊക്കെ കുട്ടിയാകുന്നൊരു സമയത്ത് അന്ന് TV പോലുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം എന്തായിരുന്നു സന്തോഷം? അത് ഞാൻ വായനയായിരുന്നു, പ്രധാനമായിട്ടും വായന അല്ലെങ്കിൽ കളി, പുറത്തുള്ള കളി. ഇത് രണ്ടുമാണ് നമ്മളെ സംബന്ധിച്ചോളം ഉണ്ടായിരുന്ന ആനന്ദം. പിന്നെ ഉള്ളത് കൂടുകയും ഫ്രണ്ട്സുമായിട്ട് എന്താണ് ഉള്ള ചെറിയതുകൾ, ട്രിപ്പുകളോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയുള്ള പോകോ, വെള്ളത്തിൽ ചാട്ടോ, മീൻ പിടിക്കലോ, അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മളീ പറയുന്ന
ഈ ഡിജിറ്റൽ വേൾഡിൽ നിന്ന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ലിവിങ് ആണ്. മാത്രമല്ല അത് പലപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ നിരാശയിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ നിരാശയിലേക്കും കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരാൾ റീഡ് ചെയ്താൽ, വായിച്ച് ഒരു പുസ്തകം വായിച്ച് തീർത്താൽ ആ പുസ്തകം ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവനുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഈ SSLCക്ക് അന്നൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് വെച്ചാൽ 1.5 മാസം പൂട്ടും, സ്റ്റഡി ലീവ് ഉണ്ടാവും. ഈ സമയത്താണ് അതായത് എൻ്റെ ഉപ്പ പിന്നെ ഈ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മലയാള ട്രാൻസ്ലേഷൻ ഉണ്ട്. 2 വോളിയാണ്, വലിയ സാധനമാണ്. ഇതിൻ്റെ 1ാമത്തെ വോളിയം പാപ്പ വായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ അത് എടുത്ത് വായിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് തോന്നി. ഞാനത് വായിച്ച് തീർത്തു. അപ്പോൾ ഉപ്പ ഇത് ശ്രദ്ധിച്ചു. ഉപ്പന്നെ ഒന്നും പറഞ്ഞില്ല, മറിച്ച് ഉപ്പ 2ാമത്തെ വോളിയം എന്ത് ചെയ്തു കൊടുന്ന് അവിടെ വെച്ചു. എൻ്റെ പഠന സമയമെന്ന് മനസ്സിലാക്കണം. പക്ഷെ എന്നിട്ട് പോലും ഞാൻ എന്ത് ചെയ്തു, ഒരു 8, 10, 12 ദിവസം കൊണ്ട് ഈ പുസ്തകം 2ഉം വായിച്ചെടുത്തു. ഞാൻ പറഞ്ഞാൽ ആ പുസ്തകത്തിലെ കഥാപാത്രങ്ങൾ, അതിലെ പല ഇൻസിഡൻസും ഓർക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ഒരു വല്ലാത്ത പ്രകമ്പനമുണ്ട്, വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഇത് അതുകൊണ്ട് തന്നെ ഒന്നാമത് ഞാൻ പറയുന്നത് നമ്മൾ ഈ റീഡിങ്, റൈറ്റിങ് ഇതൊരു കേവലം പഠന പ്രക്രിയയല്ല. അത് നമ്മുടെ തലച്ചോറിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ലോങ് ലാസ്റ്റിംഗ് റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എന്തായാലും കുട്ടികൾ എന്ത് ചെയ്യണം, വായനയിലേക്ക് മടക്കി കൊണ്ടുവരിക തന്നെ വേണം ഒന്നാമതായിട്ട്. രണ്ടെന്താ വെച്ചാൽ ഈ നമ്മുടെ സോഷ്യൽ ഗ്യാതറിങ്സ്, അതായത് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, മോഡലേറ്റ് ചെയ്യേണ്ടത്, ഇതിന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. കാരണം നമുക്കൊക്കെ അറിയാം സൗഹൃദത്തിൻ്റെ ഒരു ആനന്ദം എന്ന് പറയുന്നത് അത് അത്രയും വലുതാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് പോയിട്ട് ഈ സ്യൂഡോ വേൾഡിലുള്ള അത്തരം ഫ്രണ്ട്ഷിപ്പിന് പകരം റിയൽ വേൾഡിലുള്ള സന്തോഷം എന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പിൻ്റെ, സൗഹൃദത്തിൻ്റെ സംഭവം, ആ ഒരു സംസാരത്തിൽ, ഒരു കളിയിലൊക്കെ കിട്ടുന്നത്, ഈ സാധനത്തിലേക്ക് കുട്ടികളെ പരമാവധി മടക്കി കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ സ്കൂളിങ്ങിൻ്റെയൊക്കെ പ്രത്യേകിച്ച് വെച്ചാൽ ഇന്നിപ്പോൾ പലരും എന്താ വെച്ചാൽ ഹോം സ്കൂളിങ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ പല കമ്മ്യൂണിറ്റികളും അവിടെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒന്ന് ഈ റിയലായ ഒരു റിയൽ ലൈഫിൽ ലഭിക്കേണ്ട ഇത്തരത്തിലുള്ള സൗഹൃദങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ലോകത്തേക്ക് കുട്ടികളെ കൂടുതൽ കൂട്ടിക്കൊണ്ടുവരണം. അതിനുവേണ്ടി ലൊക്കേഷൻസ് നമ്മൾ കൂട്ടി കൊടുക്കേണ്ടതുണ്ട്. ഫാമിലി ഗ്യാതറിങ്സ് ഭയങ്കരമായിട്ട് നമുക്കറിയാം അവിടെ ഒരു ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൻ്റെ ഒരു തരം അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിലൊക്കെ കുട്ടികൾ ഭയങ്കരമായിട്ട് മാറും, സന്തോഷിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ വിരുന്ന് പോവുക എന്ന് പറയുന്നത്, ഇതൊക്കെ ശരിക്ക് നിർബന്ധമായിട്ടും നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതല്ലാതെ നമുക്ക് ഈ മറ്റേ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സാറ് വായനയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കുട്ടികളെ സംബന്ധിച്ചിടത്തൊരു പുതിയ ഇമാജിനേഷൻ ലെവലിലേക്ക് അവർ മാറും. ആ ഒരു വലിയൊരു ഗുണം അതിനുണ്ടല്ലോ. സോഷ്യൽ മീഡിയ ആണെങ്കിൽ പൊതുവെ അവരുടെ ക്രിയേറ്റിവിറ്റി ആയാലും ഇമാജിനേഷൻ ആയാലൊക്കെ തകർക്കുന്നൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അത് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകളെ അടിച്ചമർത്തുന്ന ഒരിടമായി മാറുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? അല്ല, ഇത് നമ്മൾ 2 നിലയ്ക്ക് കാണണം. ഒന്നെന്താ വെച്ചാൽ കുട്ടികളുടെ ഒരു ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷനൊക്കെ ഇതിലൂടെ നശിക്കുന്നുണ്ട് എന്നുള്ളത് പഠനങ്ങളെല്ലാം തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ മനുഷ്യൻ്റെ അറിയപ്പെടുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് ബുദ്ധി ശക്തിയിൽ എന്താണ് കുറവ് സംഭവിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുട്ടികളുടെ ഒരു ബൗദ്ധികമായിട്ടുള്ള ഈ വികാസം കുറഞ്ഞുപോയി എന്ന് ഈ തലമുറയെക്കുറിച്ചാണ് എന്ത് ചെയ്തത് പറഞ്ഞത്. അതൊരു ബൗദ്ധികത്തിൻ്റെ വിഷയം മാത്രമല്ല, മറിച്ച് അവൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ ഭാവന എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭാവന പൂർണ്ണമായിട്ട് നശിച്ചു എന്നൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, പറയുന്നില്ല. പക്ഷെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ ഒരു കണ്ടൻറ്റ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അവർക്ക് സംഭവിക്കുന്ന എന്താണ്, അവർ മെല്ലെ മെല്ലെ ഒരു പിറ്റിലേക്ക് വീഴുകയാണ്. അത് ഒരേ തരം സാധനം, ഒരേ തരം ഇമാജിനേഷൻ, ഒരേ തരം കണ്ടൻറ്റ് ഇതിലേക്ക് വീഴുന്നു.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ലോകത്തിൻ്റെ ഡൈവേഴ്സിറ്റി, ചിന്തയുടെ ഡൈവേഴ്സിറ്റി, വൈബ്രൻസി, ഇതൊക്കെ തന്നെ കൺട്രോൾഡായിട്ട് മാറുന്നുണ്ട്. ഇത് പലപ്പോഴും കുട്ടികൾ പോലും അറിയാറില്ല. അവൻ്റെ ടേസ്റ്റിനെ ഇത് പൂർണ്ണമായിട്ടും ഡിസൈഡ് ചെയ്യുകയാണ്. കാരണം നമ്മളൊക്കെ അറിയാം, എന്തിലാണോ നമ്മൾ കൂടുതൽ രമിക്കുന്നത് അതെന്ത് ചെയ്യും, നമ്മുടെ ഒരു ശീലമായിട്ട് മാറും. അതല്ലാത്തൊരു സാധനത്തെ നമുക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കെൻ്റെ ലൈഫിലുണ്ടായൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു ഘട്ടത്തിൽ ഈ ഫിക്ഷൻ ഭയങ്കരമായിട്ട് വായിക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്രിറ്റിസിസോ അല്ലെങ്കിൽ അങ്ങനത്തെ പഠനങ്ങളൊന്നും വല്ലാണ്ട് വായിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ടീച്ചിങ് തുടങ്ങിയപ്പോൾ, കോളേജിൽ ഈ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആരും പൊതുവേ എന്താ വെച്ചാൽ ഈ പിന്നെ മോഡേൺ ക്രിറ്റിസിസമോ ലിംഗ്വിസ്റ്റിക്സോ ഇതൊന്നും പഠിപ്പിക്കാൻ പുതിയ ടീച്ചേഴ്സിന് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ഇത് പഠിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മളുടെ വായന എന്ത് ചെയ്തു, ഈ ക്രിറ്റിസിസവും ഇതൊക്കെ വായിക്കാൻ തുടങ്ങി. അതിൽ ഇൻട്രസ്റ്റ് വരികയും അത് വായന തുടങ്ങി കഴിഞ്ഞപ്പോൾ തിരിച്ച് ഫിക്ഷൻ വായിക്കാൻ പ്രയാസമായി. കാരണം ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ 1000 പേജ് വായിച്ചിട്ട് വേണ്ട കഥ എന്ത് ചെയ്യാൻ അറിയാം. ഇതിൻ്റെ മറ്റേ കൊണ്ടൻ്റ് ഒരു പക്ഷേ ചെറിയ സംഭവം കിട്ടിയെന്ത് ചെയ്യും. പക്ഷേ ഇത് 2 തരത്തിലുള്ള എൻജോയ്മെൻറ്റാണ്. ഇത് നമ്മളെ ബാധിക്കും. ഇത് കുട്ടികളെ സംബന്ധിച്ചോളവും അവർ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ട്രാപ്പിലേക്കാണ് വീഴുന്നത്. അതാണ് ഇവരുടെ ക്രിയേറ്റിവിറ്റി ഒന്നാമതായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ പലപ്പോഴും ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, തവണ അത് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറയുമ്പോൾ ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ കുട്ടികൾക്ക് കഴിയുന്നില്ല. അത് കുട്ടികളിൽ മാത്രമാണ് ഞാൻ പറയുന്നത്, പലപ്പോഴും ടീച്ചേഴ്സ് പോലും ആ രീതിയിൽ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇത് ബോധ്യപ്പെടാത്ത വിഷയമല്ല. അതിന് ശരിക്കും പറഞ്ഞാൽ ഇവരെ 2-3 വർക്ക് കൊടുത്താൽ തന്നെ എന്ത് ചെയ്യും, അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ ഒരു 3-4 പ്രോംപ്റ്റ് കൊടുക്കുകയാണ്, അങ്ങനെ ചെയ്തുകൂടെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ബോധ്യമാകും, ഓക്കെ ഇതിനപ്പുറം ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് രീതിയിലുള്ള വർക്കുകളുണ്ടെന്ന്. ഇതിൽ പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഇപ്പോൾ പറയുന്ന ആർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, സ്പോർട്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അതിൻ്റെ ഒരു ഗുണമുണ്ട്. കാരണം ആർട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കുട്ടികൾ ഡൈവേഴ്സായിട്ടുള്ള ആർട്ട് ഫോമുകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു കണ്ടൻറ്റ് പഠിപ്പിക്കാൻ പറ്റുകയെന്ന് ടീച്ചർ ചെയ്യും. ഒപ്പം തന്നെ എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് കുട്ടികൾ പഠിക്കും. സ്പോർട്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള ഈ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഗെയിംസ്, ഇതും ലേണിങ്ങും തമ്മിലുള്ളൊരു ബന്ധം ചെയ്യും. പിന്നെ ഇവിടെ ക്രോസ് കരിക്കുലർ ആവണമെന്നാണ്. ഇപ്പോൾ പണ്ടത്തേതുപോലെ ഒരു ടിപ്പിക്കലി ഒരു സബ്ജക്റ്റ് മാത്രം പഠിപ്പിക്കുക എന്നുള്ളതല്ല, ആ സബ്ജക്റ്റും മറ്റ് സബ്ജക്റ്റുകളും തമ്മിലുള്ള ബന്ധം, അതിന് ലൈഫുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വേണം പഠിപ്പിക്കാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഠന രീതി ശരിക്കും ഉണ്ടാവുകയാണെങ്കിൽ ബ്രെയിൻ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ബ്രെയിൻ ഒരുപാട് ഈ പറഞ്ഞ കണക്റ്റ് ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പഠന മേഖലയിൽ കൊണ്ടുവരുന്ന പല മാറ്റങ്ങളും ഇത്തരത്തിൽ കുട്ടികളെ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അതല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ റോട്ട് മെമ്മറൈസേഷൻ്റെ ഒരു രീതിയിൽ അല്ലെങ്കിൽ വളരെ കൺഫൈൻഡ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ അതിനകത്ത് കുട്ടികളുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും വല്ലാതെ ബാധിക്കും. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഒരു ഇതിൽ ശരിയായ നിലയ്ക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ സാധ്യതകളുണ്ടെന്ന് ഞാൻ പറയുന്നത്. പിന്നെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരാണ് കുട്ടികളുടെ ഫസ്റ്റ് ഡിജിറ്റൽ ലെസൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു തീന്മേശയിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പോലും മാതാപിതാക്കളുടെ കയ്യിലും ഫോണാണ്, കുട്ടികളും ഫോണിലാണ്. ഈ ഒരു രീതിയെ, ഒരു റിയൽ ലൈഫ് ഹാബിറ്റിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ പെട്ടെന്ന് അവർക്ക് മാറാൻ പറ്റണില്ല, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അല്ല, ഞാൻ ഇത് നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ ഇത് കേട്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ ഈ നമ്മൾ പലപ്പോഴും ഈ ഒരു ബോംബ് നമ്മൾ തലയണ്ട അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കിയാൽ അത് പ്രഷർ വരുമ്പോൾ അവസാനം എന്ത് ചെയ്ത് പൊട്ടും. ഇതുപോലെയാണ് പല പാരൻസും യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. ഇപ്പോൾ എനിക്കൊക്കെ ഞാനിപ്പോൾ കുറച്ചു എനിക്കൊക്കെ ഞാൻ ഒരു കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെ വന്നിരുന്ന ഒരുപാട് ഈ കൗൺസിലിംഗ് കേസുകൾ ഇപ്പോഴും ഇപ്പോൾ ഇത് വിളിച്ച് നിൽക്കുന്നുണ്ട്. കൗൺസിലിംഗ് കേസുകൾ എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു ഭാഗം ഈ രീതിയിൽ കുട്ടികൾ ഔട്ട് ഓഫ്
കൺട്രോളായി മാറിയെന്ന് പറഞ്ഞിട്ടാണ്. ഈ ഒരു ഫാമിലിയുടെയൊക്കെ ഒരു ഹിസ്റ്ററി എടുത്ത് അല്ലെങ്കിൽ പലപ്പോഴും പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനൊരു എലമെൻ്റ് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഫാമിലിക്കിടയിൽ നടക്കേണ്ട കമ്മ്യൂണിക്കേഷൻ ബാരിയർ വീഴുകയും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും അഫെക്ഷനൊക്കെ ഫീൽ ചെയ്യുന്ന രൂപത്തിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു നെറ്റ്വർക്ക് തകർന്നു പോയിട്ടുണ്ടാകും. ഇത് പാരൻസ് തിരിച്ചറിഞ്ഞേ മതിയാകും. വളരെ ഒരു കുറഞ്ഞ സമയമാണ് ശരിക്കും പറഞ്ഞതിന് വേണ്ടുള്ളൂ. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിന് എന്താണ്, അത് ഒന്നിച്ച് തിരിഞ്ഞ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഒരു സമയം ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫാമിലി ടൈമായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ 2 അല്ലെങ്കിൽ 3 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് 10-15 മിനിറ്റ് വെച്ച് കിട്ടും. ഈ 10 മിനിറ്റ് കിട്ടിയാൽ പോലും അരമണിക്കൂർ ഒരു ദിവസത്തിൽ വെറുതെ കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ ഇരുന്നാൽ അല്ലെങ്കിൽ പാരൻസ് മനസ്സിലാക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അപകടത്തിലേക്ക് പോവുകയല്ലാതെ ഒരു വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അത് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് ബോധ്യപ്പെടൽ വൈകിയിട്ടാണ് എന്നുള്ളതാണ് ഇത് നമ്മുടെ കേൾവിക്കാരോട് നമുക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ ഒരു ലൈഫിൽ നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് പറയാനുള്ള പല കാര്യങ്ങൾ, അവരിൽ നിന്ന് സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇപ്പോൾ എനിക്കൊക്കെ ഓർമ്മയുണ്ട്, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ വാപ്പ നിർബന്ധമായിട്ടും വാപ്പുള്ള 2 നേരം ഉണ്ടാവും. ഉച്ചയ്ക്ക് വാപ്പ ഉണ്ടാവില്ല, ഓഫീസിൽ പോയിട്ടുണ്ടാവും. രാവിലെയും രാത്രിയും നിർബന്ധമാണ് കൂടെ ഇരുന്ന് കഴിക്കണമെന്ന്. നമുക്കൊക്കെ ചില സമയത്ത് വലിയ പീഡനമായിരുന്നു. കാരണം വാപ്പ ഇങ്ങനെ ചോറെടുത്താൽ അത് നന്നായിട്ടിങ്ങനെ കുഴയ്ക്കും, എന്നിട്ട് ഉരുട്ടിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അതിൽ തന്നെ എന്താ വെച്ചാൽ ഓരോ കഴിക്കുന്ന സ്റ്റീലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം അന്ന് ആദ്യമൊക്കെ ഒരു പ്രയാസം. പക്ഷെ ഇപ്പം ഒന്ന് ഓർക്കുമ്പോൾ എത്രമാത്രം സിസ്റ്റമാറ്റിക്കായിട്ടാണ് ട്രെയിൻ ചെയ്തിരുന്നത് എന്നുള്ള നമുക്ക് ബോധ്യമാകും. മാത്രമല്ല ആ സമയത്താണ് പല കാര്യങ്ങളും എന്ത് ചെയ്യുക പറയുക. അപ്പോൾ ഈ ഉമ്മ ചിലപ്പോൾ ഇരിക്കാൻ വൈകും, ഞാൻ സാധനം കൊടുക്കുന്ന കേട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈകും. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ ഉമ്മാനെന്ത് ചെയ്യും, നിർബന്ധമായിട്ട് വിളിച്ച് ഇരുത്തും. അപ്പോൾ ഞാൻ മനസ്സിലാൽ ഇതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും ഇങ്ങനത്തെ ഒരു അറിവൊന്നും ഇല്ലാത്തൊരു കാലത്ത് തന്നെ ആളുകൾ ഫോളോ ചെയ്തിരുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലിയുടെ തന്നെ ഡിസിൻറ്റഗ്രേഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചു പിടിക്കേണ്ട പലതും നമ്മുടെ ഒരു സമൂഹം, നമ്മുടെ കുടുംബങ്ങൾ നിർബന്ധമായി തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഒരുപാട് വൈകിപ്പോയി എന്നറിഞ്ഞതിന് ശേഷമാണ്. കുട്ടികൾ സോഷ്യൽ മീഡിയക്ക് അഡിക്റ്റായി അല്ലെങ്കിൽ ഡ്രഗ്സിന് അഡിക്റ്റായി എന്നതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാലും ഒന്നും ഒരു രാത്രി കൊണ്ട് നമുക്കൊരു കുട്ടിയെ മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ കുട്ടികളെ പതിയെ ഈ ഒരു നോർമൽ ലൈഫിലേക്ക്, ഒരു റിയൽ ലൈഫിലേക്ക് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? അല്ല, അത് കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെയാണ് എന്നുള്ളതാണ്. അത് ഇപ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്നത് നമ്മുടെ ബ്രെയിൻ ഒരു സിമൻ്റാണ്, സിമൻ്റ് പോലെയാണ്. അതെന്ത് ചെയ്യും, പിന്നെ വൺസ് ഷേപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് റീഷേപ്പ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഒരു ധാരണ എന്താണ്, അതിന് പ്ലാസ്റ്റിസിറ്റി ഉണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും അതിനകത്ത് റീവർക്ക് ചെയ്യാനും കുറേയൊക്കെ നമ്മുടെ ഈ ന്യൂറൽ നെറ്റ്വർക്കിനെ നമുക്ക് വളരെ ബോധപൂർവം മാറ്റിയെടുക്കാനൊക്കെ കഴിയുന്നുള്ളതാണ്. ഞാൻ വെച്ചാൽ എനിക്കിതിൽ വളരെ അത്ഭുതകരമായി തോന്നിയൊരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആളുകളെ ഇസ്ലാം പഠിപ്പിക്കുമല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഈ ആളുകൾ ചിലപ്പോൾ ഒരു 50 വയസ്സിലോ ഒരു 60 വയസ്സിലോ ആണ് ഇപ്പോൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് നിൽക്കുക. ഇവരെത്രത്തോളം മാറുമെന്ന് നമ്മൾ അത്ഭുതപ്പെടാമല്ലോ. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ അത്ഭുതത്തോടെ ഈ നോക്കിക്കണ്ട ഒന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഒരു ഇസ്ലാം മത സ്വീകരണം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള ഒരു പൂർവ്വചിത്രം എന്താണ്, ഭയങ്കര വില്ലനായ, ആരടാന്ന് വെച്ചാൽ ഞാനടാന്ന് പറയുന്ന ഒരു ധിക്കാരിയായ ഒക്കെ ഒരു മനുഷ്യൻ്റെ ചിത്രമാണ്. ഈ ഒരു മനുഷ്യൻ പിന്നീട് ഒരു പനമ്പട്ടയുടെ മുകളിൽ, അതായത് 10-20 രാജ്യങ്ങൾ കീഴടക്കി കഴിഞ്ഞ് വലിയൊരു സാമ്രാജ്യത്തിൻ്റെ ഖലീഫയായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഇങ്ങനെ ഒരു പനമ്പട്ടയിൽ കിടക്കുന്നൊരു ചിത്രമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ലാളിത്യത്തിലേക്ക്, വിനയത്തിലേക്ക്, ഇതൊരു അഹങ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആഡംബരത്തിൻ്റെയൊക്കെ ഒരു ലോകത്ത് നിന്ന് എങ്ങനെ മാറി എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ആ മാറ്റം സാധ്യമാണ് എന്നാണ് എന്ത് ചെയ്യുന്നത്
ഇത് കാണിക്കുന്നത്. പക്ഷേ അവിടെ എന്താണ്, അവിടെ അതിനൊരു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ഉണ്ട്. മതത്തിൻ്റേതായിട്ടുള്ള ഒരാശയ ലോകം വളരെ കൃത്യമായി ഉൾക്കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ലോകത്ത് ഉപദേശങ്ങൾ കിട്ടി ലോകത്ത് ജീവിക്കാൻ കഴിയുന്നു, അങ്ങനൊരു മാറ്റത്തിനുണ്ട്. ഒപ്പം എന്താ വെച്ചാൽ അത് എല്ലാവരും പരമാവധി എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലാണ് അവരെല്ലാം ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ ഒരു ന്യൂറൽ നെറ്റ്വർക്കിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എന്ത് വേണം, എങ്ങനെയാണ് നമ്മളിവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു അഡിക്റ്റഡായി എന്ന് പറയുന്ന കുട്ടിയെ നമ്മൾ ഡിറ്റാച്ച് ചെയ്യുന്നത്, അവന് വിത്ഡ്രോ ചെയ്യാൻ നമ്മൾ എങ്ങനെയാണ് ഒരു 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 ഔട്ടിലേക്ക് പുറത്തേക്ക് വരാൻ എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള രൂപം വേണമല്ലോ. ആ രൂപം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. ഒപ്പം നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടി വരും. അവൻ്റെ ഒരു ലിവിങ് എൻവയോൺമെൻറ്റിനെ റീസെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എളുപ്പമുള്ളൊരു പ്രക്രിയ ഞാൻ പറയുന്നില്ല. പിന്നെ എപ്പോഴും എന്താ വെച്ചാൽ ഈ അഡിക്ഷൻസിൻ്റെയൊക്കെ ഒരു സ്വഭാവം ഇത് വളരെ ഇൻഡിവിജ്വലാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പോൾ മദ്യപിക്കുന്ന ആളുകളിൽ എല്ലാവരും റോഡ് കിടക്കില്ല, എല്ലാവരും അഡിക്റ്റ് ആവില്ല. അതിലൊരു പർട്ടിക്കുലർ നമ്പർ ഓഫ് പീപ്പിൾ, പെർസെൻറ്റേജ് ഓഫ് പീപ്പിളാണ് അഡിക്റ്റഡ് ആവുന്നതും. ചിലർ കമ്പനി ഡ്രിങ്കേഴ്സ് ആക്കാരം, സോഷ്യൽ ഡ്രിങ്കേഴ്സ് ആക്കാരം, പാർട്ടി ഡ്രിങ്കേഴ്സ് ഒക്കെ ആവുള്ളൂ. അപ്പോൾ ഈ പറയുന്ന ഒരു ചെറിയ ശതമാനത്തെ നമുക്ക് പെട്ടെന്ന് അറിയില്ല. പക്ഷേ അവരുടെ ബോഡിയിലെ കെമിക്കൽ കോമ്പോസിഷൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ടാക്കാരം ഇതുണ്ടാവുന്നത്. ഇവിടെ നമ്മളെന്തായാലും മെഡിക്കൽ ഇൻ്റർവെൻഷൻ ആവശ്യം വരുന്ന കേസുകളുണ്ടാവും. അത് ഇത്തരത്തിൽ ഉള്ള കേസുകളാക്കാരം. അതിൽ കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങോ തെറപ്പികളോ ഒക്കെ ചെയ്യേണ്ടി വരും. അതേസമയം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു എൻവയോൺമെൻറ്റിൽ വളരെ വ്യക്തമായ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ അത്തരം സ്വാധീനങ്ങൾ ചെലുത്താൻ പറ്റുന്നതിനകത്ത് ഈ വിത്ഡ്രോവൽ കുറച്ചുകൂടി എളുപ്പമാകും. അവിടെ പാരൻസും ഫ്രണ്ട്സും ഒരു സറൗണ്ടിങ്സിലുള്ള സപ്പോർട്ടീവ് സിസ്റ്റമൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന 2-3 അങ്ങനത്തെ കേസുകളുണ്ട്. നന്നായിട്ട് എന്താ വെച്ചാൽ ഇപ്പോൾ ഡ്രഗിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് നമ്മൾ ബന്ധപ്പെടുന്ന ചില സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമുക്കറിയാം അങ്ങനെ വളരെ നന്നായിട്ട് മാറി ജീവിച്ച ആളുകൾ. അപ്പം അതൊരു അസാധ്യമായ കാര്യമല്ല. പക്ഷെ നമ്മുടെ ലോകം എന്നെന്താ വെച്ചാൽ അതിന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻ്റ് അല്ല വല്ലാതെ ഉള്ളത്. വൾണറബിൾ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, സ്ലിപ്പ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഡിജിറ്റൽ ഗാഡ്ജറ്റ് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം കുട്ടികളുടെ പഠനത്തിന് വരെ അത് ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഈ AI പോലുള്ള പുതിയ സാധ്യതകളുള്ളപ്പോൾ തന്നെ അതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയയും രണ്ടും ഒരു ബാസ്ക്കറ്റിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അതിൽ നിന്ന് റൈറ്റ് ചോയ്സ് ചൂസ് ചെയ്യാനും AIയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും ഒരു കുട്ടിക്ക് നല്ലൊരു പോയിൻ്റ് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ? ഇതിൽ ഇപ്പോൾ ഈ നമ്മൾ നേരത്തേക്ക് നമ്മൾ IQനെ കുറിച്ച് പറഞ്ഞിരുന്നു. IQ പിന്നെ മാറിയിട്ട് EQ ആയി, വെച്ചാൽ ഇമോഷണൽ കോഷ്യൻ്റായി. പിന്നെ SQ ആണ്, സോഷ്യൽ കോഷ്യൻ്റാണ് ഒന്ന്. ഇന്നിപ്പോൾ പറയുന്നത് അഡ്വേഴ്സിറ്റി കോഷ്യൻ്റാണ്. എന്നുവെച്ചാൽ ഒരു ജീവിതത്തിലൊരു സെറ്റ് ബാക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള തിരിച്ചടികളുണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള കഴിവ് ഉള്ളവരാണ് വിജയിക്കുക, അല്ലെങ്കിൽ അതിന് കഴിവ് ഉള്ളവരാക്കിയെടുക്കലാണ് ഈ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്താ വെച്ചാൽ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്, ഇതിനതിൽ ഒരു പ്ലേസ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ. ഇവിടെ ഈ പൊതുവായ നിലയ്ക്ക് നമ്മൾ കാണുന്ന നമ്മൾ ചോദിച്ച ചോദ്യം ഒന്നുകൂടെ. അതെ. അപ്പം ഇവിടെ നമുക്കറിയാം ഉപകാരപ്രദമല്ലാത്ത ഒന്നുമില്ല. പൊതുവേ മനുഷ്യനെന്താ വെച്ചാൽ എല്ലാ കാര്യങ്ങളും ആദ്യം ഉണ്ടാക്കുന്നത് അവൻ്റെ ജീവിതത്തിൻ്റെ പല സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പലതും ഈസിയാക്കി എടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഈ AI എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഡിജിറ്റൽ സപ്പോർട്ടുകൾ എന്ന് പറയുമ്പോഴൊക്കെ ഗുണപരമായിട്ടൊരു വശം ഉണ്ടാകും. പക്ഷെ ഇവിടെ
3 കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ വെച്ച് മനസ്സിലാക്കണം. ഒന്നെന്താ വെച്ചാൽ മനുഷ്യൻ്റെ ബ്രെയിൻ പൊതുവെ മടിയൻ ആണെന്നാ പറയുക. അതുകൊണ്ട് തന്നെ വല്ലവരും ചെയ്യാണ്ടെങ്കിൽ എന്ത് ചെയ്യില്ല, നമ്മൾ ചെയ്യാതെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക. ഒരു ഓഫ് ലോഡിങ് എന്ത് ചെയ്യും, നടത്തും. അപ്പോൾ ഈ ഓഫ് ലോഡിങ് നടത്തി കഴിഞ്ഞാൽ ഒരിക്കലും ബ്രെയിനിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. അത് വേറൊരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് ഇതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇതിനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അതില്ലെങ്കിൽ എന്ത് ചെയ്യും, എല്ലാത്തിനും നമ്മളതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കും. വളരെ ചെറിയ കാര്യങ്ങൾക്കും നമ്മളതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കും. അത് പാടില്ല. രണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഒരു കാര്യത്തെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവണം. അപ്പോൾ നമ്മളതിന് എങ്ങനെയാണത് ഗ്രോത്തിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെയാണതിനെ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടും ആലോചിക്കണം. അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതുണ്ട്. പിന്നെന്താ വെച്ചാൽ ഇവിടെ നമ്മളെന്ന് വെച്ചാൽ ഇതിന് രണ്ടിനെയും ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ എന്താണ്, സാധാരണ വെറുതെ ഒരു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും AI ഉപയോഗിക്കുന്നതും ഒരുപോലെ അല്ല എന്നുള്ളത് നമുക്കൊക്കെ എന്ത് ചെയ്യാം, അറിയാം. AI വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടൂളുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ പലതും ഉപകാരപ്രദമായിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ സംബന്ധിച്ചുള്ള ഒരുപാട് ടൂളുകൾ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് പല രീതിയിലും ടീച്ചേഴ്സിൻ്റെ വർക്ക് ലോഡിനെ കുറച്ചിട്ടുണ്ട്. പക്ഷേ അതിന് തിരിച്ചൊരു അപകടം എന്താ വെച്ചാൽ ടീച്ചേഴ്സ് റിസോഴ്സ്ഫുൾ ആവുകയാണ് വേണ്ടത്. അപ്പോൾ ലെസൺ പ്ലാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മറ്റേ വളരെ എളുപ്പത്തിൽ AI ടൂൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആ ലെസൺ പ്ലാനിൽ എന്താണെന്നുള്ളത് പോലും ടീച്ചർ അന്വേഷിച്ചില്ലെങ്കിലോ പഠിക്കാൻ ശ്രമിച്ചില്ലെങ്കിലോ അത് വെറുതെ ഫയലിലുണ്ടാവും, പക്ഷേ ക്ലാസ് റൂമിൽ ഡെലിവറിയിൽ ഉണ്ടാവില്ല. അപ്പോൾ ടീച്ചറുടെ സമയം ഫ്രീ ആയി കിട്ടുമ്പോൾ ടീച്ചർ കൂടുതൽ റിസോഴ്സ്ഫുൾ ആവണം. കാരണം റിസോഴ്സ്ഫുൾ അല്ലാത്തിടത്തോളം ഈ ഒരു ടീച്ചറെ കുട്ടിക്ക് വേണ്ട. അപ്പോൾ ഇവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇവൻ്റെ ഒരു AI എന്ന് പറയുന്നത് അവന് എവിടെയാണ് എന്തിനാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് എന്തായാലും അവനെ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ ഇതിന് ഇപ്പോൾ കുട്ടികൾക്ക് പ്രൊജക്റ്റുകൾ കൊടുക്കും. അപ്പോൾ ഈ പ്രൊജക്റ്റുകൾ കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഡിജിറ്റൽ ഇതിനകത്താണെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ അവരതിനെ പോസിറ്റീവായിട്ടാണ് ഉപയോഗിക്കുക. കാരണം അതിനകത്തൂടെ ഒരു റിസൾട്ട് ഉണ്ടാക്കാനുണ്ട്, ഒരു പ്രൊജക്റ്റ് അവർക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെ പലപ്പോഴും എന്താ വെച്ചാൽ ഈ സ്കൂളുകളിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന വർക്കുകൾ, ഈ വർക്കുകൾ വെറുതെ AI ഉപയോഗിച്ചോ അല്ലെങ്കിൽ ChatGPT ഉപയോഗിച്ചോ അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ആവരുത്. മറിച്ച് അത് റിയൽ ലൈഫിലെ പ്രൊജക്റ്റുകളാവണം. അപ്പം നമ്മുടെ ഒരു ഫാമിലിയെക്കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന എല്ലാം ഈ നമ്മുടെ സറൗണ്ടിങ്സുമായിട്ട് കണക്റ്റഡാണല്ലോ. അപ്പോൾ ഹിസ്റ്ററി നമ്മൾ പഠിക്കുമ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്ന എങ്ങനെയാണ് ഹിസ്റ്ററി എഴുതപ്പെടുന്നത്, അപ്പം അതിനൊരു കുട്ടിക്ക്, ചെറിയ കുട്ടിയാകുമ്പോൾ നമ്മൾ ഫാമിലി ട്രീ ഒക്കെ വരയ്ക്കും. ആ ഫാമിലി ട്രീയിൽ നിന്ന് നെക്സ്റ്റ് ലെവലിൽ എന്താണ്, ഫാമിലിയുടെ ഒരു ഹിസ്റ്ററി പഠിക്കാൻ പറയാം. അതൊരിക്കലും AI ന്ന് കിട്ടൂല. നമ്മുടെ ഒരു മറ്റേ നെയ്ബർഹുഡിൻ്റെ ഹിസ്റ്ററി പഠിക്കാൻ പറയാം. ആ ഒരു ചെറിയ വില്ലേജിൻ്റെ ഇത് പഠിക്കാം, അവിടുത്തെ ചില പ്രധാനപ്പെട്ട ഇൻസിഡൻസിനെ കുറിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ അത്തരത്തിലൊരു ചരിത്ര ബോധമുണ്ടാക്കുകയും ചരിത്ര പഠന രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും, ചരിത്ര പഠനത്തിന് ടൂളുകൾ എന്താണെന്നുള്ളത് പഠിക്കാൻ പറ്റും. ഇതൊന്നും നേരെ അന്വേഷിച്ചാൽ ChatGPT എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ പ്രൊജക്റ്റുകൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ സയൻസിലാണെങ്കിലും മാത്സിലാണെങ്കിലും ഒക്കെ തന്നെ നേരിട്ട് ChatGPTയോട് ചോദിച്ചാൽ കിട്ടാത്ത രൂപത്തിലുള്ള പ്രൊജക്റ്റുകൾ കൊടുത്ത് അവരുടെ പഠനം ഒരേ സമയം വളരെ രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ പറ്റും. ഒപ്പം തന്നെ ഇതിന് പുറത്ത് അന്വേഷിക്കാൻ, എൻക്വയറി നടത്താൻ, ഇൻക്വിസിറ്റീവ് ആകാൻ, എക്സ്പ്ലോർ ചെയ്യാനൊക്കെ കുട്ടികൾക്ക് കഴിയുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ പഠന പ്രക്രിയയെ ഒന്ന് മോഡിഫൈ ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് ഇത് ഉപകരിക്കുന്നത് എന്താണെന്നുള്ളതും ഉപകരിക്കാത്ത എന്താണെന്നുള്ളതും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതും എങ്ങനെ ഉപയോഗിച്ചാൽ ഗുണമുണ്ടാകുമെന്നുള്ളതൊക്കെ കുറച്ചുകൂടെ നമുക്ക് ഒരു നിയന്ത്രിതമായ രൂപത്തിലെങ്കിലും അത് ഫലിപ്പിക്കാൻ പറ്റുള്ളൂ, അതിന് ഫലപ്രദമാക്കാൻ പറ്റുള്ളൂ. ഇതിനോട് നമുക്ക് ചേർത്ത് പറയാൻ പറ്റിയത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ഉപകാരപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ പീസ് റേഡിയോ, ജമീൽ പോലത്തെ ഓപ്ഷനുകൾ വളരെ വിലപ്പെട്ടതാണ്. ജമീലിലൊക്കെ പ്രത്യേകിച്ച് ഏത് രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് ആയാലും നമുക്ക് ഡോക്യുമെൻറ്റേഷനിൽ വീഡിയോ ആയാലും
ടെക്സ്റ്റ് ആയാലും ഓഡിയോ ആയാലും എല്ലാ തരത്തിലുള്ള നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ ലഭിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒരു കുട്ടികൾ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടിയാണ് ഈ ഒരു അവസരത്തിൽ ഉണർത്താനുള്ളത്. മാഷിൻ്റെ ഒരുപാട് വിലപ്പെട്ട ഒരു സമയം നമുക്ക് തന്നിട്ടുണ്ട്. അതിലേറെ വിലപ്പെട്ട ഒരു മെസ്സേജാണ് താങ്കൾ ഈ സമൂഹത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ടാവും എനിക്കറിയാം. എന്നാലും നമ്മളൊരു സമയം അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഈ ഒരു ദൗത്യം വിസ്ഡം സ്റ്റുഡൻസ് ഏറ്റെടുത്തിട്ടുള്ള ഈ ഒരു ദൗത്യം നമ്മളെതിരെ ഏറ്റെടുത്ത പോലെ അതിനെ പിന്നീട് ഗവൺമെൻറ് തലത്തിലേക്ക് മാറിയതുപോലെ ഈ ഒരു കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന ഗൗരവമായൊരു ക്യാമ്പയിൻ അത് വിസ്ഡം സ്റ്റുഡൻസിൽ ഒതുങ്ങാതെ നമ്മുടെ രക്ഷിതാക്കളിൽ ഒതുങ്ങാതെ പൊതുസമൂഹത്തിലേക്കും തുടർന്ന് അത് ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അത് നിലവിൽ കൊണ്ടുവരുന്നൊരു തരത്തിലേക്ക് മാറണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു നല്ലൊരു ഭാവിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു ചർച്ച ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.